അപ്പൊ നമ്മളിന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയിലെ കുറച്ച് ക്വസ്റ്റ്യനും പിന്നെ റിയേജൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ നമുക്ക് ഇന്നത്തെ ഈ സെഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത് കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നമ്മുടെ റാങ്ക് ബൂസ്റ്റർ സീരീസിൽ നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ അതില് കപ്ലിംഗ് കോൺസ്റ്റന്റ് കൺസെപ്റ്റും വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കപ്ലിംഗ് കോൺസ്റ്റന്റ് കൺസെപ്റ്റ്. അപ്പം അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കപ്ലിംഗ് കോൺസ്റ്റന്റ് അല്ല, NMR സ്പെക്ട്രോ അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നും ചോദിക്കാറുള്ളത്. ഇപ്പൊ ലാസ്റ്റ് CSIR നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്, മാസ് സ്പെക്ട്രയുമായി റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. മാസ് സ്പെക്ട്രയിൽ ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ട്. മാസ് സ്പെക്ട്രയിൽ അത് ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം, നമ്മുടെ ഹാലജൻസ് വരികയാണ്, നിങ്ങളുടെ കോമ്പൗണ്ടിൽ ഹാലജൻസ് വരുന്നുണ്ടെങ്കിൽ മാസ് സ്പെക്ട്രയിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കോമ്പൗണ്ടിൽ ഒരു ഹാലജൻ ആണ് ഉള്ളത് എന്ന് വരും. സിസ്റ്റമിനായിട്ട് ഷെയർ ദോസ് ഡീറ്റെയിൽസ്. അപ്പൊ ഇവിടെ നമ്മുടെ ലാസ്റ്റ് ഇയറിലെ എക്സാമിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇന്റൻസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ എന്താണ്? ദ റിലേറ്റീവ് ഇന്റൻസിറ്റി ഓഫ് എ മോളിക്കുലർ അയോൺ പീക്ക് ഇൻ മാസ് സ്പെക്ട്ര ഓഫ് കോമ്പൗണ്ട്സ് എക്സ് ആൻഡ് വൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഈ കോമ്പൗണ്ട്സിന്റെ മോളിക്കുലർ വെയിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പീക്ക് മാസ് സ്പെക്ട്രയിൽ വിസിബിൾ ആകും. അങ്ങനെ വിസിബിൾ ആകുമ്പോൾ ആ മോളിക്കുലർ അയോൺ പീക്ക് ഒരു മോളിക്യൂളിന്റെ മോളിക്കുലർ വെയിറ്റ് ഫിക്സ്ഡ് ആയിരിക്കും അല്ലെ. എന്നാൽ ഐസോടോപ്സ് വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ക്ലോറിനും ബ്രോമിനും ഒക്കെ, ക്ലോറിന് 37 ഐസോടോപ്പ് ഉണ്ട്, അതേപോലെ ബ്രോമിനും ഐസോടോപ്സ് ഉണ്ട്. അപ്പം ഐസോടോപ്സ് വരുമ്പോൾ അതിന് മോളിക്കുലർ അയോൺ പീക്ക്, ഹയസ്റ്റ് വെയിറ്റ് വരുന്ന പീക്ക് ഒന്നിൽ കൂടുതൽ വരാം അല്ലെ. അതിന്റെ നാച്ചുറൽ അബണ്ടൻസ് പ്രകാരം ഒന്നിൽ കൂടുതൽ വരാം. അപ്പൊ ഈ റേഷ്യോ ഒരു ഹാലജൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ അപ്പൊ ആ ഒരു ആസ്പെക്റ്റിനെ ബേസ് ചെയ്ത് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ കാണാറുണ്ട്. ആ ഏരിയ പഠിച്ചു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഞാനൊരു ടേബിൾ ഷെയർ ചെയ്യാം, ആ ടേബിൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. മാസ് സ്പെക്ട്രയിൽ നമ്മുടെ ഇപ്പൊ മാസ് സ്പെക്ട്രയുടെ തിയറി ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. നമുക്കറിയാം മോളിക്കുലർ അയോൺ പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ നിങ്ങൾ കണ്ടു, മോളിക്കുലർ അയോൺ പീക്ക് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ കോമ്പൗണ്ടിന്റെ ആണെങ്കിൽ ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ വെയിറ്റ് 153 ആണ്. അപ്പോൾ 153 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പീക്ക്, അതാണ് മോളിക്കുലർ അയോൺ പീക്ക്. എന്നാൽ ചില സമയത്ത് അതിനോട് ക്ലോസർ ആയിട്ട് മറ്റു പീക്കുകൾ വരും, അതാണ് ഐസോടോപ്പ് പീക്ക്. ഞാൻ അതിന്റെ ടേബിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാം ഹാലജൻസ് നമ്മുടെ ക്ലോറിൻ എടുക്കുകയാണെങ്കിൽ ക്ലോറിന് 37, ഇപ്പൊ നമ്മുടെ സ്റ്റൊമക്കിൽ ക്ലോറിൻ ഉണ്ടെന്നറിയാം, HCl ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നാച്ചുറൽ അബണ്ടൻസ് നോക്കുകയാണെങ്കിൽ 75ഉം 25ഉം ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിൽ എത്ര HCl ഉണ്ടോ അതിന്റെ 25% ക്ലോറൈഡ് അയോണും 37 ക്ലോറൈഡ് അയോൺ ആണ്. 75% 35 ക്ലോറൈഡും 25% 37 ക്ലോറൈഡും ആണ്. അതാണ് നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്നതിലുള്ള അബണ്ടൻസ് എന്ന് പറയുന്നത്. ബ്രോമിനും അതേപോലെ ഐസോടോപ്പ് ഉണ്ട്, മോസ്റ്റ്ലി ബോത്ത് ആർ ഈക്വൽ. എന്നാൽ അയോഡിനോ ഫ്ലൂറിനൊന്നും ഐസോടോപ്സ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർ ഒരിക്കലും വന്നു കഴിഞ്ഞാലും ഒറ്റ പീക്ക് തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ മൾട്ടിപ്പിൾ, അപ്പൊ ഈ ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. എന്താണ്? ഒരു ബ്രോമിൻ വന്നു കഴിഞ്ഞാൽ നാച്ചുറലി ഒരു ബ്രോമിൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാണാം, എന്റെ സ്ക്രീൻ വിസിബിൾ അല്ലേ? ടേബിൾ വിസിബിൾ ആണോ ഇപ്പോൾ? റിലേറ്റീവ് ഇന്റൻസിറ്റി ഓഫ് ഐസോടോപ്പ് പീക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ വിസിബിൾ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ബ്രോമിൻ മാത്രം വരികയാണെങ്കിൽ, ഇപ്പൊ ബെൻസീൻ റിംഗ് എടുക്കും, നമ്മൾ ബെൻസീൻ റിംഗ് എടുത്തു കഴിഞ്ഞാൽ, ബ്രോമോ ബെൻസീൻ എടുത്തു കഴിഞ്ഞാൽ ബെൻസീന്റെ മോളിക്കുലർ വെയിറ്റ് 77 എടുത്താൽ മതി. ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ടാണ് ബ്രോമിനെ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ ബ്രോമിന്റെ വെയിറ്റിന്റെ കൂടെ എന്തുണ്ടാകും? 77ഉം കൂടെ
ആഡ് ചെയ്ത ടോട്ടൽ മോളിക്കുലർ വെയിറ്റ്. ബ്രോമിന്റെ വെയിറ്റ് നിങ്ങൾക്ക് അറിയുന്നതാണ്. ബ്രോമിന്റെ വെയിറ്റ് എത്ര വരുന്നത്? ബ്രോമിൻ 79 ആണ്. എന്നാൽ ബ്രോമിൻ എന്തുണ്ട്? ഈക്വൽ കോൺസെൻട്രേഷനിൽ 81 പ്രസന്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു ബെൻസീൻ റിംഗിൽ ബ്രോമിൻ വന്ന കോമ്പൗണ്ട് ഇപ്പൊ 77 ബിക്കോസ് ഓഫ് ബെൻസീൻ റിംഗ്, 79 ബിക്കോസ് ഓഫ് ബ്രോമിൻ. അപ്പൊ അതിന്റെ സം ആയിരിക്കും മോളിക്കുലാർ വെയിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീക്ക്. എന്നാൽ 50% 81 ബ്രോമിനും നാച്ചുറൽ പ്രസന്റ് ആണ്. അപ്പൊ അത് കാരണമായിട്ട് മോളിക്കുലർ വെയിറ്റ് ഡിഫറൻസ് 2 ആണ്. അപ്പൊ M+2 മറ്റൊരു പീക്ക് ഉണ്ടാവും അല്ലെ. അങ്ങനെ ഐസോടോപ്സ് വരുമ്പോൾ മോളിക്കുലർ അയോൺ പീക്കുകൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാകാം. അത് എസ്പെഷ്യലി നമ്മൾ കാണുന്നത് ഹാലജൻസിലാണ്, ബ്രോമിനിലും അല്ലെങ്കിൽ ക്ലോറിനിലൊക്കെ കാണാം. അപ്പൊ ഈ ടേബിൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ, ഇതിനൊരു പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെ കിട്ടുന്നതെന്ന് അറിയാൻ ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇക്വേഷൻ അത് ഇപ്പം ടൈം നമ്മളൊരു ഡീറ്റെയിൽഡ് തിയറി പഠിക്കുന്ന ടൈം അല്ല, സോ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് ഫോർ ദ ടൈം ബി അത്രയും സമയം വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ബ്രോമിൻ വരുമ്പോൾ 1:1 ആണെന്നും, 2 ബ്രോമിൻ വരുമ്പോൾ 1:2:1 ആണെന്നും, 3 ബ്രോമിൻ വരുമ്പോൾ 1:. ഇതായിരുന്നു ലാസ്റ്റ് CSIR എക്സാം. ഈ ടേബിളിൽ നിന്നായിരുന്നു. ടേബിൾ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് ഡൂവബിൾ ആയിട്ടുള്ളതാണ്. അതേപോലെ ഒരു ക്ലോറിൻ ആണെങ്കിൽ 3:1, 2 ക്ലോറിൻ ആണെങ്കിൽ 9:6:1. ഞാൻ പറയുന്നു ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ മാക്സിമം ഒരു ബ്രോമിനും ഒരു ക്ലോറിനും വന്നാൽ 3:4:1 ആണെന്ന് പഠിച്ചു. ഇതൊക്കെ പഠിച്ചു വെക്കുക. റിലേറ്റീവ്ലി CL3, BrCl2 അങ്ങനെയുള്ളതിനെ എങ്ങനെ ചെയ്യാമെന്ന് അറിയാനാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഇതിലെ പ്രധാനപ്പെട്ട BR, BR2, BR3, CL, CL2, ഇഫ് നിയർഡ് CL3, നിങ്ങൾ CL3 പഠിച്ചു വെക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ BrCl കൂടെ മാത്രം നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പൊ ഇത്രയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് തന്നെയായിരുന്നു നമ്മുടെ ലാസ്റ്റ് CSIR എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് 2 ബ്രോമിനുള്ള കോമ്പൗണ്ട് ഉണ്ട്, 3 ബ്രോമിനുള്ള കോമ്പൗണ്ട് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ വെയിറ്റ് എന്താണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാസ് സ്പെക്ട്രയിൽ ഒരു പീക്ക് ഉണ്ടാകും. ഇതിന്റെ മോളിക്കുലാർ വെയിറ്റിന് ഈക്വലന്റ് ആയിട്ട്. പക്ഷേ അതാണ് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള മോളിക്കുലാർ വെയിറ്റ് അല്ലേ. ആ കോമ്പൗണ്ട് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ആറ്റത്തിന്റെയും സം ആണ്. എന്നാൽ ആ മോളിക്കുലർ അയോൺ പീക്ക് അല്ലെങ്കിൽ പാരന്റ് അയോൺ പീക്കിന്റെ റൈറ്റ് സൈഡിൽ വീണ്ടും പീക്കുകൾ വരുന്നത് ഐസോടോപ്പ് കാരണം. ഐസോടോപ്സ് വരുമ്പോൾ ബ്രോമിൻ ഇവിടെ 79 ഉള്ള ബ്രോമിൻ ഇതിലേതോ ഒന്ന് 81 ആകുമ്പോൾ മോളിക്കുലർ വെയിറ്റ് 2 കൂടി അല്ലേ. അങ്ങനെയുള്ള ഇൻക്രീസ് കാരണം വരുന്ന അഡീഷണൽ പീക്കാണ് ഐസോടോപ്പിന്റെ പീക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ 3 ബ്രോമിനുള്ള കോമ്പൗണ്ടിന്റെ ഇന്റൻസിറ്റി ആ ടേബിൾ പ്രകാരം 1:3:1. 2 ബ്രോമിൻ വരുമ്പോൾ അത് എന്താണ്, 1:2:1 ആണ്. ഒരു ബ്രോമിൻ ആണെങ്കിൽ 1:1 ആണ്. ഓക്കെ അല്ലേ. അപ്പം ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് ഇതാണ്. അപ്പൊ നിങ്ങൾ മെയിൻലി ഇതിന്റെ ആൻസർ പഠിച്ചു വെക്കുക എന്നുള്ളതിലുപരി ആ ടേബിളിലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാം. ഓക്കെ അല്ലേ. അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം മാസ് സ്പെക്ട്രോമെട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഹാലജൻസിന്റെ ഐസോടോപ്പ് അബണ്ടൻസിനെ കോറിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് NMR സ്പെക്ട്രോസ്കോപ്പിയിൽ ഈവൻ നമ്മൾ റാങ്ക് ബൂസ്റ്ററിൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ആൽക്കീൻ ഉണ്ടെങ്കിൽ ക്ലോറിൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ, ഈ 3 ഹൈഡ്രജനും ഡിഫറെന്റ് ആണ്. ഈ ഹൈഡ്രജനെ ഇത് കാരണം ഡബ്ലറ്റ് ആവും, ഇത് കാരണം ഡബ്ലറ്റ് ആവും, ഇത് കാരണം J വാല്യൂ സം 3 ആണ്, ഇത് കാരണം ട്രാൻസ് ആയതുകൊണ്ട് സം 16 ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ആവും ഈ ഹൈഡ്രജൻ എന്നൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഈ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടല്ല, കപ്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടല്ല, ഇവിടെ NMR സ്പെക്ട്രയിലെ പീക്ക് ഇന്റൻസിറ്റിയെ കോറിലേറ്റ്, പീക്ക് പൊസിഷനെ കുറിച്ചോ പീക്ക് കപ്ലിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ്. അപ്പൊ നമുക്ക് NMR എന്തുണ്ട്, സ്പ്ലിറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. സ്പ്ലിറ്റിംഗ് ഓക്കെ അല്ലേ. പീക്ക് പൊസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പം വന്നിരിക്കുന്നത് ഇന്റൻസിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇന്റൻസിറ്റി. അപ്പം ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങൾ ആദ്യം നോക്കണം, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദ പ്രോട്ടോൺ NMR ഓഫ് മിക്സ്ചർ ഓഫ് ഈത്തൈൽ അയോഡൈഡ്. എക്സാമിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ഈത്തൈൽ അയോഡൈഡ് വീണ്ടും നോക്കാൻ വായിക്കാൻ എനിക്ക് സമയമല്ല. പെട്ടെന്ന് ഞാൻ ഈത്തൈൽ അയോഡൈഡ് CH3 CH2 അയോഡൈഡ് ആൻഡ് ബ്രോമോഫോം. സോ CH
Br3. അപ്പൊ CH Cl3 ആണ് ക്ലോറോഫോം, CH Br3 ആണ് ബ്രോമോഫോം. ആൻഡ് ഗിവ്സ് 3 സിഗ്നൽസ്. 6.8 ഒരു പീക്ക് ഉണ്ട്, 3.2 പീക്ക് ഉണ്ട്, 1.85 പീക്ക്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനായിരിക്കും ഈ വാല്യൂസ് ഒക്കെ ഫിറ്റ് ആവുന്നത് ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 1.85. അപ്പൊ എന്തായാലും ഇതിനായിരിക്കാം 1.85. കാരണം അത് അതിന്റെ അടുത്ത് ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് ഒന്നും ഇല്ല. പിന്നെ വരുന്നത് 3.2 ആണ്. 3.2 നാച്ചുറലി ഇതിനാണ് വരിക. കാരണം എന്താ, ഇത് അയോഡിൻ ആണ്. ഇവിടെ ഈ ഹൈഡ്രജൻ നോക്കുമ്പോൾ അതിലേക്ക് 3 ബ്രോമിൻ കണക്റ്റഡ് ആണ്. ഹയസ്റ്റ് വാല്യൂ വരണം. ഞാൻ അതിനെ 6.8 എന്ന്. തന്നിരിക്കുന്ന വാല്യൂസ് ഏതിൻ്റെതാണ് എന്ന് ഞാൻ കോറിലേറ്റ് ചെയ്തു. എനിക്ക് ഇത്രയും ഇൻഫർമേഷൻസ് ആണ് കിട്ടിയത്. 3 പീക്കുകൾ തന്നു. അത് ഏതിൻ്റെ ആവാം എന്നിപ്പോൾ നമ്മൾ നോൺ ഇൻഫർമേഷനിൽ വന്ന് നമ്മളത് ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത് അതിന്റെ ഇന്റഗ്രേഷൻ. ഈ 6.8ഉം 3.2ഉം 1.8ഉം അല്ലെങ്കിൽ 8ഉം വന്ന പീക്കുകളുടെ ഇന്റഗ്രേഷൻ 1, 3, 4.5 എന്നാണ്. എന്ന് പറഞ്ഞാൽ 6.8 ആരാണ്? 6.8 CH Br3 ആണ്. 6.8 എന്ന് പറയുന്ന പീക്കിന്റെ ഇന്റൻസിറ്റി എത്രയോ വരുന്നുള്ളൂ? 1 വരുന്നു. ഇതിന്റെ ഇന്റൻസിറ്റി 1 ആണ്. പിന്നെ 3.2 എന്ന് പറഞ്ഞ ആളുടെ ഇന്റൻസിറ്റി റിപ്പോർട്ട് ചെയ്തത് 3 ആയിട്ടാണ്. 3.2 വരാ, ഇതിന്റെ ഇന്റൻസിറ്റി 3 ആയി. ഇതിന്റെ ഇന്റൻസിറ്റി 4.5 ആയിട്ട്. അപ്പൊ ബ്ലാക്ക് കളറിൽ ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത് ഇന്റൻസിറ്റിയാണ്, പീക്കിന്റെ ഇന്റൻസിറ്റിയാണ്. അപ്പൊ ഇനി ഇത് മോളാർ റേഷ്യോ. അപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് ആയിട്ട് എന്ത് വരാം? ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇതാണ് ഒരു കഴിഞ്ഞ CSIR ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം സ്പെക്ട്രൽ ഡാറ്റ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് NMR റിലേറ്റ് ചെയ്ത് വരാം. അതെങ്ങനെ ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 3 കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ വന്നു. അത് പ്രകാരം അത് ഏതിൻ്റെതാണ് എന്ന് ഈ പേരിൽ നിന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ അല്ലേ? 3 ബ്രോമിൻ കണക്ട് ചെയ്തതിന് ഹൈ വാല്യൂ ആയിരിക്കും. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ഹാവ് ചൂസൺ 6.8 ഫോർ ബ്രോമോഫോം. പിന്നെ CH3ക്ക് ലോവസ്റ്റ് വാല്യൂ ആണത്. ഞാൻ 1.85 എന്നും 3.2 എന്നും എടുത്തു. ഇനി എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തന്നിരിക്കുന്ന ഇന്റഗ്രേഷൻ ഇതെല്ലാമാണ് 1ഉം 3ഉം 4.5. ആക്ച്വലി വരേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ആക്ച്വലി വരേണ്ടത് 1 ആരുടെയാണ്? 1 6.8 ആണ്. 6.8ലെ പീക്കിന്റെ ഇന്റൻസിറ്റി 1 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു H ഉള്ളൂ. അപ്പൊ CH Br3 1 വരികയാണെങ്കിൽ പിന്നെ വരുന്ന 3.2 വരുന്ന CH2 ആണ്. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി ഇതിലൊരു ഹൈഡ്രജൻ ഉള്ളൂ. അത് 1 എങ്കിൽ ഇയാൾ ആക്ച്വലി തരേണ്ടത് 2 ആണ്. പക്ഷെ 3 തന്നിട്ടുണ്ട്. ഇയാൾ ആക്ച്വലി തരേണ്ടത് 3 ആണ്. പക്ഷെ 4.5. 3 ആണ് ആക്ച്വലി തരേണ്ടത്, 4.5 തന്നിട്ടുണ്ട്. ഏത് കോമ്പൗണ്ട് ആണ് കൂടുതൽ കാണിക്കുന്നത്? നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ കോമ്പൗണ്ട് 1 തരേണ്ടത് 1 തന്നെ തന്നു. എന്നാൽ ഈ കോമ്പൗണ്ട് ഇത് 1 ആണ് തരുന്നത് എങ്കിൽ ഇത് ആക്ച്വലി തരേണ്ടത് 2 ആണ്. അതേപോലെ ഇത് 3 ആണ്. അപ്പം ഇത് 1, 1. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കോമ്പൗണ്ട് CH Br3 എടുക്കുക. CH Br3 ഇഥൈലായത്, ഇതും 1 ഈക്വൽ. രണ്ടും ഈക്വൽ കോൺസെൻട്രേഷൻ ആണെങ്കിലുള്ള സിനാരിയോ ആണ് ഞാൻ പറഞ്ഞത്. രണ്ടും ഈക്വൽ കോൺസെൻട്രേഷൻ ആണെങ്കിൽ 1:2:3 ആണ് തരേണ്ടത്. കാരണം എന്താ, ഇതിലൊരു ഹൈഡ്രജൻ ആണുള്ളത്, ഇതിൽ 2 ഹൈഡ്രജൻ ആണുള്ളത്, ഇതിൽ 3 ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ 1:2:3. അപ്പം ഈഥൈൽ ബ്രോമൈഡ് 1 ആണ് തരേണ്ടത്. അപ്പൊ അത് 1 തന്നിട്ടുണ്ട്, രണ്ടും മാച്ചിങ് ആണ്. എന്നാൽ ഇത് എത്രയാണ് എന്ന് നമുക്ക് അറിയില്ല. ഡബിൾ ആണെന്ന് എടുത്തോളൂ, ഡബിൾ ആണെന്ന് എടുത്തോളൂ. എന്ന് പറഞ്ഞാൽ ബ്രോമോഫോമിന്റെ ഡബിൾ ദ ക്വാണ്ടിറ്റി, 2 ഇക്വലൻസ് ഈഥൈൽ ബ്രോമൈഡ് ഉണ്ടെങ്കിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? 2 ഹൈഡ്രജന് പകരം 4 ഹൈഡ്രജൻ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇതിന്റെ വാല്യൂ വരേണ്ടത് 4 ആണ്. ഇനി ഇത് ആക്ച്വലി 6 വരാം. അപ്പൊ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രോമോഫോം ഈക്വൽ കോൺസെൻട്രേഷൻ 1 മിനിമം ഉള്ളൂ. കൂടുതൽ ആരാ? ഈഥൈൽ ബ്രോമൈഡ് ഒരു ഇക്വലന്റ് ആണെങ്കിൽ 2ഉം 3ഉം ആണ്. ഡബിൾ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ 4ഉം 6ഉം ആണ്. 2 ഇക്വലൻസ്. എന്നാൽ അതിന്റെ ഇൻബിറ്റ്വീൻ ഉള്ളത് കൊണ്ടാണ് 3ഉം 4.5ഉം തന്നിട്ടുള്ളത്.
ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? മോളാർ റേഷ്യോ ഓഫ് ഈത്തൈൽ അയോഡൈഡ്. നമുക്കറിയാം ബ്രോമോഫോം 1 തന്നെയാണ്, ഈത്തൈൽ അയോഡൈഡ് ആണ് കുറച്ച് കൂടുതൽ. അപ്പൊ ഈത്തൈൽ അയോഡൈഡ് ആൻഡ് ബ്രോമോഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈത്തൈൽ അയോഡൈഡ് ആണ് ആക്ച്വലി കൂടുതലുള്ളത്. ഈത്തൈൽ അയോഡൈഡ് എന്തില്ല, 1 ഇക്വലന്റ് അല്ല, എന്നാൽ 2 ഇല്ല. അപ്പൊ അതിന് മാച്ച് ആയി വരുന്ന ഇവിടെ പിന്നെന്താണ് 1.5 ആണ്. അപ്പൊ 1.5:1 എന്നുള്ള റിലേഷനിലാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയാം, എങ്ങനെ ഇത് ഇങ്ങനെ വന്നു എന്നറിയാത്തവരുണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ ഞാൻ നേരത്തെ പറഞ്ഞ കപ്ലിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കപ്ലിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു പ്രോട്ടോൺ നമ്പർ എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഡബ്ലറ്റ് ആവുക, ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ആവുക, ഇതിനാണ് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. മൾട്ടിപ്ലിസിറ്റി പാറ്റേൺ എക്സ്പെക്റ്റഡ് ഫോർ ദ ഹൈലൈറ്റഡ് പ്രോട്ടോൺ. അപ്പൊ ഇവിടെ ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പ്രോട്ടോൺ. ഈ ഹൈഡ്രജന്റെ മൾട്ടിപ്ലിസിറ്റി അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ്, മൾട്ടിപ്ലറ്റ് ആകുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഹൈഡ്രജനെ നമ്മൾ എന്ത് ചെയ്യും? 3 ബോണ്ട് ഡിസ്റ്റൻസിൽ ആരാണുള്ളത് എന്ന് നോക്കും. ഇപ്പൊ 1, 2, 3 ബോണ്ട് ഡിസ്റ്റൻസിൽ ഓക്സിജൻ ആണ്. ഓക്സിജൻ ഒരു NMR ആക്റ്റീവ് ന്യൂക്ലിയൈ അല്ല, അപ്പൊ അതിന്റെ സ്പ്ലിറ്റിംഗ് നമ്മൾ എടുക്കുന്നില്ല. ഇനി ഫിനൈൽ റിംഗ് എടുത്താലോ, 1 ബോണ്ട്, 2 ബോണ്ട്, 3 ബോണ്ടിൽ കാർബൺ ആണ് അല്ലെ, കാർബണിന്റെ സ്പ്ലിറ്റിംഗ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. 4 ബോണ്ടിലാണ് ഹൈഡ്രജൻ ഉള്ളത്, അപ്പൊ അതിനെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ആരുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈഡ്രജന്റെ 1 ബോണ്ട്, 2 ബോണ്ട്, 3 ബോണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻസ് അല്ലേ. അപ്പൊ 3 ബോണ്ടിൽ നമുക്ക് എന്തുണ്ട്, ഹൈഡ്രജൻസ് ഉള്ളത് കൊണ്ട് അത് കാരണം ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടാകാം. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ CH2ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ നോർമലി എന്താ പറയുക, അഡ്ജസ്റ്റന്റ് CH2 വന്നു കഴിഞ്ഞാൽ N+1 റൂൾ പ്രകാരം CH2 2 ഉണ്ട്, 2+1 3, ട്രിപ്ലറ്റ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു കൈറാൽ സെന്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം. കൈറാൽ സെന്റർ അല്ലെ, കാർബണിലേക്ക് പോയി, PH പോയി, കാർബണിലേക്ക് പോയി. ഓൾറെഡി ഒരു കൈറാൽ സെന്റർ ഉണ്ടെങ്കിൽ പിന്നീട് വരുന്ന CH2s എന്തായിരിക്കും, ഡയാസ്റ്റീരിയോടോപ്പിക് ആയിരിക്കും. ഡയാസ്റ്റീരിയോടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ടിൽ നമുക്ക് ഒരു സിഗ്മ പ്ലെയിൻ കാണാൻ കഴിയില്ല, ഈ H-നെ ക്രോസ് ചെയ്യുന്നു. അപ്പൊ ഈ 2 ഹൈഡ്രജനും എന്തല്ല, ഹോമോടോപ്പിക്, അല്ലെങ്കിൽ ഈ 2 ഹൈഡ്രജനും ഡയാസ്റ്റീരിയോടോപ്പിക് ഹൈഡ്രജൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ അതിന്റെ പീക്കുകളുടെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ്? എന്താണ് ഡയാസ്റ്റീരിയോടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഈ ഹൈഡ്രജൻ എക്സിസ്റ്റ് ചെയ്യുന്നതും ഈ ഹൈഡ്രജൻ എക്സിസ്റ്റ് ചെയ്യുന്നതും ഡിഫറെന്റ് ഹൈഡ്രജൻസ് ആണ്. ഡയാസ്റ്റീരിയോടോപ്പിക് ഹൈഡ്രജൻസ് ആർ ഡിഫറെന്റ്, അതിന്റെ എൻവയോൺമെന്റ്സ് വേറെയാണ്. ഓൾറെഡി ഒരു കൈറാൽ സെന്റർ ഒരു കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നാച്ചുറലി CH2 ഹൈഡ്രജൻസ് ഡിഫറെന്റ് ആകാം. അങ്ങനെ വരുമ്പോൾ ഇത് HA ആണ്, ഇത് HB ആണ്, ഡിഫറെന്റ് ഹൈഡ്രജൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ 3 ബോണ്ട് ഡിസ്റ്റൻസിൽ HA ഉണ്ട്, 3 ബോണ്ട് ഡിസ്റ്റൻസിൽ HB ഉണ്ട്. 2 ഡിഫറെന്റ് ആണ്. CH2 എന്നുള്ളതിൽ H ഡിഫറെന്റ്. അപ്പൊ ഇത് കാരണം എന്തുണ്ടാവും, N+1 റൂൾ പ്രകാരം ഒരു ഡബ്ലറ്റും, പിന്നെ ഈ H കാരണം ഒരു ഡബ്ലറ്റും. സോ യു വിൽ ബി ഹാവിങ് എ ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ്. ട്രിപ്ലറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഓപ്ഷൻ 3ഉം 4ഉം അത് അറിയുന്ന ആൾക്ക് തന്നെ ഡയറക്ട്ലി 2 എണ്ണത്തിലേക്ക് എത്താൻ കഴിയും. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ റാങ്ക് ബൂസ്റ്ററിൽ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് ഇവിടെ ഒരു H ഉണ്ട്, ഇത് ഡിഫറെന്റ് ഹൈഡ്രജൻ ആണ്, ഇത് കാരണം ഡബ്ലറ്റ്, ഇത് കാരണം ഡബ്ലറ്റ്. പിന്നെ നോക്കേണ്ടത് 1 ബോണ്ട്, 2 ബോണ്ട്, 3 ബോണ്ട് ഡിസ്റ്റൻസിൽ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും, 3 അല്ലെ. അപ്പോൾ 1, 2, 3 ഓരോന്നും കാരണം ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ്. ഇത് കാരണം ഒരു ഡബ്ലറ്റ്, ഇത് കാരണം ഒരു ഡബ്ലറ്റ്, ഈ ഹൈഡ്രജൻ കാരണം ഒരു ഡബ്ലറ്റ്. സോ ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ്. ഇത് കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ഫിക്സ് ചെയ്യാൻ കഴിയും. മൂന്നാമത്തെ കോമ്പൗണ്ട് ചെയ്യണമെന്ന് പോലില്ല. ഓക്കെ അല്ലേ? ഫസ്റ്റ് 2 കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. മൂന്നാമത്തെ കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 CH2 മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെന്താണ്, ഐഡന്റിക്കൽ ആണ്, സെയിം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൽക്കൈനിലെ ഹൈഡ്രജന്റെ കപ്ലിങ്ങിന് എന്താണ് നമ്മൾ പറയാം, പ്രൊപ്പാർജിലിക് കപ്ലിംഗ് എന്ന് പറയും അല്ലെ. ഈ ഹൈഡ്രജൻ കാരണമുള്ള കപ്ലിംഗ് 1 ബോണ്ട്, 2 ബോണ്ട്, 3 ബോണ്ട്, 4. അവിടെ അതിനെ 3ൽ കൂടുതൽ ബോണ്ടിലാണ് കപ്ലിംഗ് വരുന്നത് എങ്കിൽ അതിനെ ലോങ് റേഞ്ച് കപ്ലിംഗ് എന്നൊക്കെ നമ്മൾ പറയും. ലോങ് റേഞ്ച് കപ്ലിംഗ്. അപ്പോൾ പ്രൊപ്പാർജിൽ ഗ്രൂപ്പ് ഒരു ലോങ് റേഞ്ച് കപ്ലിംഗിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ ഹൈഡ്രജന്
ഇതൊരു CH2 ആണ്, മാർക്ക് CH2. ആ CH2 ഒരു നൈബർ ആരാ? ഒരു CH2 ആണ്. ഇത് കൈറൽ സെന്റർ ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് CH2 കാരണം ഒരു ട്രിപ്ലറ്റ് ഉണ്ടാകും. ദെൻ ഒരു സിംഗിൾ ഹൈഡ്രജൻ, ആൽക്കൈന്റെ ടെർമിനൽ ഹൈഡ്രജൻ കാരണം ലോങ് റേഞ്ച് കപ്ലിംഗ്, ഡിസ്റ്റൻസ് കൂടുതലാണ്, 1 2 3 4. അപ്പൊ കപ്ലിംഗ് കോൺസ്റ്റന്റ് കുറവായിരിക്കും. അപ്പൊ കപ്ലിംഗ് കോൺസ്റ്റന്റ് കൂടുതൽ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള CH2-നായിരിക്കും. അതിൻ്റെ അറൌണ്ട് 4 ആണ്. അപ്പൊ കപ്ലിംഗ് കോൺസ്റ്റന്റ് കൂടിയ ആൾ ആദ്യം കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് ആദ്യം ട്രിപ്ലറ്റ് ഉണ്ടായിട്ട് പിന്നെ ഡബ്ലറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഡബ്ലറ്റ് ഓഫ് ട്രിപ്ലറ്റ് അല്ല, ട്രിപ്ലറ്റ് ഓഫ് ഡബ്ലറ്റ്. അപ്പൊ ആ രീതിയിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി സ്പെക്ട്രോസ്കോപ്പിയിൽ സാധാരണ നമ്മൾ അപ്പൊ ഇന്റൻസിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇന്റൻസിറ്റി ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ നമ്മൾ മൾട്ടിപ്ലിസിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ലാസ്റ്റ് CSIR എക്സാമിന് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലംസ് സാധാരണ വരാറ്. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ദ കോമ്പൗണ്ട് ദാറ്റ് ഗിവ്സ് ഫോളോയിങ് NMR സ്പെക്ട്രൽ ഡാറ്റ ഈ 11.80. അപ്പൊ നമ്മുടെ കോമ്പൗണ്ടുകൾ നോക്കുമ്പോൾ ഇത് അരോമാറ്റിക് ആണ്, അരോമാറ്റിക് ഹൈഡ്രജൻ. ഇത് ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡ് മാക്സിമം 10 ഒക്കെയാണ് പോവാം, 9 to 10 ആണ്. CH3 അറൌണ്ട് 4 ആണ്. CH3 അറൌണ്ട് 2.5 ആണ്. ഓക്കെ, അപ്പൊ ഈ 11.8 എവിടുന്നാണ്? 11.8 ആൽഡിഹൈഡ് ഒരിക്കലും 10-ൽ കൂടുതൽ പോവില്ല. അപ്പൊ ഈ നമ്മൾ പറഞ്ഞ പോലെ ഏതാണ് 11.8 എവിടുന്ന് വരുന്നു? OH. എന്തുകൊണ്ടാണ് 11.8ലേക്ക് വന്ന്? OH സാധാരണ 5-ലും 6-ലൊക്കെ അല്ലേ? ആരോമാറ്റിക് റിംഗിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ടല്ലേ? അരോമാറ്റിക് റിംഗിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ 8 to 9 അല്ലെങ്കിൽ 10 വരെയൊക്കെ പോവാം. 10-ന്റെ എബോവ് പോവാൻ അതിന്റെ അസിഡിറ്റി എഗെയിൻ ഇൻക്രീസ്ഡ് ആണ്. OH ഗ്രൂപ്പ് അരോമാറ്റിക് റിംഗിൽ OH ഉണ്ടാകുമ്പോൾ അതൊരു 7 to 9 അല്ലെങ്കിൽ 7 to 10 റേഞ്ചിലാണ് ഉണ്ടാവും. ഈവൻ 10-ഉം ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ 6 to 10 ആണ്. 10-ഉം ക്രോസ് ചെയ്ത് 11 or 12 ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ഇക്വലന്റ് ടു COOH. കാർബോക്സിലിക് ആസിഡിൽ OH എവിടെ വരുന്നത്? 11 to 12 അല്ലേ? ഒരു വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ അടുത്ത് OH വരുമ്പോൾ അതിന് ഹൈ വാല്യൂ വരുന്നുണ്ട് അല്ലേ? ഈ കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാലും ഈ OH-ലെ ഇലക്ട്രോൺ വിച്ച് ഈസ് ഇക്വലന്റ് ടു OH CO. പക്ഷേ ഈ CO-ന്റെ ഇടയിൽ ആരുണ്ട്? ഒരു ഫിനൈൽ റിംഗ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. CO-നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫിനൈൽ റിംഗ് ഉണ്ട് വിച്ച് ഈസ് കണക്റ്റഡ് ത്രൂ, അല്ലെങ്കിൽ എന്താ റെസൊണൻസ് വഴി അതെന്താണ് കണക്റ്റഡ് ആണ്. റെസൊണൻസ്, അപ്പം അതൊരു വിഡ്രോയിങ് ആയിട്ട് കാർബണേറ്റ് ഗ്രൂപ്പ് ഒരു വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ? അപ്പൊ അതും കൂടെ വരുമ്പോൾ അസിഡിറ്റി ഓഫ് OH വിൽ ഇൻക്രീസ്. അതുകൊണ്ട് അപ്പൊ എത്രത്തോളം ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ട് വരുന്നോ അതിനനുസരിച്ച് ഈ ആനയോൺ സ്റ്റെബിലൈസ് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് H+ റിലീസ് ചെയ്യാറുണ്ട്. എത്രത്തോളം അസിഡിറ്റി കൂടുന്നോ അത്രത്തോളം ഹൈ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസിലേക്ക് പോകും. ഇത് OH ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡൂവബിൾ. അപ്പൊ നമുക്ക് 11.8 OH ആണ്. OH ഈ കോമ്പൗണ്ടിലില്ല. ഇതിൽ OH ഉണ്ട്, ഇതിൽ OH ഉണ്ട്, ഇതിൽ OH ഉണ്ട്. ഈ OH-നെ ഞാൻ എടുക്കുന്നില്ല. ഈ OH-നെ ഞാൻ എടുക്കാതിരിക്കാനുള്ള കാരണം എന്താ? ഇതല്ല എന്റെ ആൻസർ ഞാൻ പറഞ്ഞു. കാരണം OH 11.8 വരാൻ ഒന്നും അതിലില്ല. ഇനി ഏതാണ്? ഇനി കീറ്റോൺ മെറ്റയിൽ വന്നു കഴിഞ്ഞാൽ കീറ്റോണിന്റെ ഇൻഫ്ലുവൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് OH അത്രയും ഹൈ വാല്യൂലേക്ക് പോയിക്കൊള്ളുന്നില്ല. അപ്പൊ ഇതിനെ ഞാൻ തൽക്കാലം ഇവിടെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതാണ്. ഇനി എൻ്റെ കയ്യിൽ ഏത് കോമ്പൗണ്ട് ഉണ്ട്? 2 ഉണ്ട്, 4 ഉണ്ട്. ഇതിൽ ഏത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയും? നമുക്ക് വാല്യൂസ് നോക്കാം. തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ 7 അരോമാറ്റിക് റീജിയനിൽ ഒരു ഡബിളറ്റ് മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ. അത് തന്നെ 2.3 എന്ന് പറഞ്ഞാൽ ഓർത്തോയാണോ മെറ്റയാണോ? ജെ വാല്യൂ 2.3 ഓർത്തോയാണോ മെറ്റയാണോ? മെറ്റയാണ് അല്ലേ? അപ്പൊ മെറ്റ മാത്രം ഉണ്ടാകുന്നത് അതിന്റെ മീനിങ് അതാണ്. 7.69-ല് 2.3 ഹെഡ്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ മാത്രമുള്ള ഒരു ഹൈഡ്രജനെങ്കിലും ഉണ്ടായിരിക്കണം. ഇതിന് ഓർത്തോയും ഉണ്ട്, മെറ്റയും ഉണ്ട്. ഇതിന് ഓർത്തോ മാത്രമേ ഉള്ളൂ, ഇതിന് ഓർത്തോയും മെറ്റയും ഉണ്ട് അല്ലെ? എന്നാൽ ഓപ്ഷൻ 2-ലേക്ക് വന്നാലോ?
ഓപ്ഷൻ 2 ഈ ഹൈഡ്രജനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് മാത്രമേ ഉള്ളൂ? മെറ്റ മാത്രമേ ഉള്ളൂ. ഓർത്തോല് ഹൈഡ്രജൻ, ഓർത്തോല് CH3 ഗ്രൂപ്പാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും നോക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ എല്ലാത്തിലേക്കൊന്നും പോയില്ല. അപ്പം ഓപ്ഷൻ 2 ആണോ കറക്റ്റ്? നിങ്ങൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള വാല്യൂസും കൂടെ വെച്ച് നമുക്ക് ഓപ്ഷൻ 2 വാലിഡേറ്റ് ചെയ്യാം. OH4 11.8, 7.69 for this one, then 7.3 doublet of J 8.5 ഓർത്തോ ആൻഡ് മെറ്റ. അപ്പൊ ഇതിനെടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ 2 ഓർത്തോ ആൻഡ് മെറ്റ, ഒരു ഓർത്തോ ഉണ്ടായിരിക്കണം. യെസ്, ഇതെടുത്ത് നോക്കൂ. ഇതിനെ സംബന്ധിച്ച്, ഈ ഹൈഡ്രജനെ സംബന്ധിച്ച് ഇത് ഓർത്തോയാണ്, ഇതെന്താണ്? മെറ്റയാണ് അല്ലേ? അപ്പൊ അതും മാച്ചിങ് ആണ്. ഇനി എന്തുണ്ട്? 6.86 ഓർത്തോ. 8 എന്ന് പറഞ്ഞാൽ ഓർത്തോ മാത്രമുള്ള ഒരാൾ വേണം. അതായത് ഓർത്തോ മാത്രമുള്ള ഇത് നമ്മൾ പറഞ്ഞു, ഇതും നമ്മൾ പറഞ്ഞു, ഇതില്ലേ ഈ ഹൈഡ്രജൻ, അതിന് ഓർത്തോ മാത്രമേ. അപ്പൊ അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഒരു ഡബിളറ്റ് മാത്രമായിട്ടുള്ളൂ. J equal to 8.5. റിമൈനിങ് ഞാൻ നോക്കില്ല. ഇത് ഡൂവബിൾ അല്ലേ? ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗേറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇടാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിനെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എനിക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എക്സാമ്പിൾ ഞാൻ പർപ്പസ്ഫുള്ളി നിങ്ങളുടെ ഡിസ്കഷനിലേക്ക് ഇട്ടതാണ്. വി ആർ ഗോയിങ് ത്രൂ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ്. Definitely we will end up with 9.16. Okay, that is aldehyde. So OH, OMe, OH. അങ്ങനെ ആൽഡിഹൈഡ് നമുക്ക് എവിടെയും കാണാനില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ 9.16 എന്തിൻ്റെതായിട്ടാ വരാൻ സാധ്യതയുള്ളത്? പെട്ടെന്ന് അത് ഏതിൻ്റെ ആയിരിക്കാം? ആ 9.16 OH. OH അല്ലേ? OH ആണ് പല സ്ഥലങ്ങളിൽ വരാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി 5-6 പക്ഷെ അരോമാറ്റിക് OH ആകുമ്പോൾ മോർ അസിഡിക് ആയി, അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ വാല്യൂ കൂടും. ഓക്കെ, അപ്പൊ ഞാനൊരു ഈസി മെത്തേഡ് എടുക്കുകയാണ്. കാർബൺ NMR 1 2 3 4 5 6 സിഗ്നൽസ് മാത്രം കാർബൺ NMRൽ തരുന്ന ആളെ കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ ഈ കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എല്ലാ കാർബണും വേറെ 1 2 3 4 5 6. അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാം, 8 ലൈക്ക് ദാറ്റ്. അപ്പൊ നമുക്ക് എത്ര പീക്ക് വേണം? 1 2 3 4 5 6 പീക്സ് ആണ് ഈ കോമ്പൗണ്ടിന് വേണ്ടത്. 1 2 3 4 5 1 2 3 4 5 6. അപ്പൊ അതാവാൻ ചാൻസ് ഉണ്ട്, അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 വരുന്നുണ്ട് അല്ലേ? വാട്ട് അബൌട്ട് ദിസ് കോമ്പൗണ്ട് 1 2 3 4 5 6. അപ്പൊ കാർബണിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടോൺ NMR ഡാറ്റ വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുമോ എന്ന് നോക്കണം. ഞാൻ അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റ എടുക്കുന്നുണ്ട്. 9.16 OH ആണെങ്കിൽ ഇത് അല്ല എന്ന് നമുക്ക് എക്സ്ക്ലൂസീവായി പറയാൻ കഴിയും. കാരണം ഇതിൽ ഒരു ഹൈഡ്രജൻ, അരോമാറ്റിക് ഹൈഡ്രജൻ ആണ്, 7 to 8 ആണ്. OMe ആണ്, അറൌണ്ട് 4 ആണ്. OMeയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആളാണ്, കാർബൺ ആണ്. അതിലെ ഹൈഡ്രജനെ കുറിച്ചാണെങ്കിൽ അതൊരു 3.5 വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 ആണെങ്കിലും കാർബൺ പ്രകാരം 6 മാച്ചിങ് ആവാമെങ്കിലും 9.16 എന്ന് പറഞ്ഞത് ഇവിടെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഈ എക്സാം. പിന്നെ നമുക്ക് നോക്കാൻ കഴിയുന്നത് ഏതാണ്? 9.16 OH ആണെങ്കിൽ OH ഉള്ള കോമ്പൗണ്ടുകൾ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഡബ്ലറ്റ് ക്ലീൻ ഡബ്ലറ്റുകളാണ് അരോമാറ്റിക് റീജിയനിൽ കിട്ടിയത് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവര് പാരാ സബ്സ്റ്റിറ്റ്യൂഷനായി, 2 സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ എക്സ് ആൻഡ് വൈ ഉണ്ടെങ്കിൽ അവര് പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിലാണ് ഈ 2 ഹൈഡ്രജനും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, സ്പ്ലിറ്റിങ് തരുന്നതും. അതേപോലെ മെയിൻലി നമുക്ക് ക്ലീൻ ഡബ്ലറ്റ് തരും. ക്ലീൻ ഡബ്ലറ്റ് തരുന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കണം? പാരാ റിലേഷനിലായിരിക്കണം. സോ ദിസ് ഈസ് എക്സ് ആൻഡ് വൈ, നൈട്രോ, ക്ലോറോ. സോ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഈ ഹൈഡ്രജൻ എ ടൈപ്പ് ആൻഡ് ദിസ് ഇസ് ബി ടൈപ്പ്. അപ്പം ബി എനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഒരു ഡബ്ലറ്റ് ആയിട്ടായിരിക്കും.
എ ബിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഡബ്ലറ്റ്. ഇത് ക്ലീൻ ഡബ്ലറ്റാണ്. ഇനി ബിക്ക് എന്തില്ല, ഇത് ബി തന്നെ ആയതുകൊണ്ട് ഓർത്തോയിൽ ഉള്ളത് കാരണം കപ്പിൾ ചെയ്തു മെറ്റ ഐഡന്റിക്കൽ ആണ്. അപ്പൊ അത് കാരണം ഡബ്ലറ്റ് ഓഫ് ഡബ്ലറ്റ് ഉണ്ടാവില്ല, എന്ന് പറഞ്ഞാൽ മെറ്റാ കപ്ലിംഗ് പോസിബിൾ ആവില്ല. അപ്പൊ ക്ലീൻ ഡബ്ലറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും എന്താണ്, അത് പാരാ റിലേഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇതിനെ നേരത്തെ ഒഴിവാക്കി, ഇതിനെയും എനിക്ക് ഒഴിവാക്കാം. ഇവിടെ പാരാ റിലേഷനിലല്ല, ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കാണാം. അപ്പോൾ ഞാൻ നേരത്തെ കൗണ്ട് ചെയ്തതിൽ ഒരു പ്രശ്നമുണ്ടോ? കൗണ്ട് ചെയ്തത് 1 2 3 4 5 6 7 8 തന്നെയല്ലേ? ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് ഈ വാല്യൂ വെച്ചിട്ട് എനിക്ക് പാരാ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. ഈ വാല്യൂ വെച്ച് OH ഉണ്ടെന്ന് മനസ്സിലായി. 1.53 കിട്ടണം. ഈ കോമ്പൗണ്ട് കാർബണിൽ കണക്ട് ചെയ്തുകൊണ്ട് 1.53. ഇതൊരിക്കലും 1.53 ആവില്ല. 1.53 സിംഗ്ലറ്റ് കിട്ടുന്ന പീക്കുകൾ 1.5 വരണം. ഇത് സിംഗ്ലറ്റ് ആണ് ഈ കോമ്പൗണ്ട്. പക്ഷേ ഇത് എവിടെ പോവും? OCH3 ആയതുകൊണ്ട് 4 പോകും. ഇത് ആൽക്കീനിലുള്ള CH2 ആണ്. അത് നാച്ചുറലി എവിടെ പോകും? 2. രണ്ട് ഭാഗത്തും ആൽക്കീൻ 2.5. നമുക്ക് 1.5 ആണെന്ന് പറഞ്ഞാൽ ഈ CH3 വീണ്ടും ഒരു sp3 കാർബണിലാണ് കണക്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതാണ് റൈറ്റ് ആൻസർ എന്ന് ചൂസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞ ഗേറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട റൂൾ എന്താണ് എന്ന് ചോദിച്ചാൽ, വെൻ യു ആർ റെക്കോർഡിംഗ് പ്രോട്ടോൺ NMR, ഈ HAനെ കപ്പിൾ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ബോണ്ട് ഡിസ്റ്റൻസ്, 2 ബോണ്ട്, 3 ബോണ്ട് ഡിസ്റ്റൻസിലൊക്കെ ഉള്ള NMR ആക്റ്റീവ് ന്യൂക്ലിയൈ ഉണ്ടെങ്കിൽ അതിന് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 ബോണ്ട് 2 ബോണ്ടിൽ എന്തുണ്ട്? ഡ്യൂട്ടീരിയം NMR ആക്റ്റീവ് ആണ്. ഓക്കെ അല്ലേ? സാധാരണ നമ്മൾ 3 ബോണ്ട് ആണ് അല്ലെ? CH3 CH2 Br എന്ന് പറയുമ്പോൾ ഈ ഹൈഡ്രജനും 1 2 3 ബോണ്ട് ഡിസ്റ്റൻസിലാണ് സ്പ്ലിറ്റ്. ഇവിടെ ഇവർ ഡിഫറൻ്റ് ആയതുകൊണ്ട്, ഇവിടെ ടൊളുവിനായിരുന്നുവെങ്കിൽ കാർബൺ HA HA HA. അപ്പൊ ഇത് സിംഗിൾട്ടാ തരിക. HA ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, HA ഒരിക്കലും ഇത് HA തന്നെ ആയതുകൊണ്ട്, ഐഡന്റിക്കൽ ആയതുകൊണ്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ ആ സ്ഥാനത്ത് രണ്ടെണ്ണം ഡ്യൂട്ടീരിയം വരുമ്പോൾ ഡ്യൂട്ടീരിയം ഇസ് NMR ആക്റ്റീവ് ന്യൂക്ലിയൈ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? HAനെ ഡ്യൂട്ടീരിയം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന അറിയാൻ 2ni+1 റൂൾ അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ n+1 റൂൾ തന്നെ കേട്ടോ. ഇവിടെ ഐ വാല്യൂ വേറെ ആറ്റ് ആയതുകൊണ്ട് നോർമലി n+1 റൂൾ പറയാൻ കാരണം ഐ വാല്യൂ ഹാഫ് ആണ്. ഇറ്റ് വിൽ ബിക്കം n+1. എന്നാൽ നമുക്ക് ഡ്യൂട്ടീരിയത്തിന്റെ കേസിൽ ഐ വാല്യൂ 1 ആണ്. 2 × n × i1+1. സോ നമുക്കിവിടെ n എത്രയുണ്ട്? n എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീരിയം. ബി എച്ചിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള എന്നിന്റെ എണ്ണം 2 ആണ്. 2 × 2 × 1+1. So 2 × 4 4+1 is equal to 5. So it is a quintet. 5-നെയാണ് നമ്മൾ ക്വിൻറ്ററ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പോസിബിൾ ആണ്. ഈ കപ്ലിംഗ് പോസിബിൾ ആണ് എന്ന് ഓർത്തിരിക്കുക. 2 ബോണ്ട് ഡിസ്റ്റൻസിൽ 3 ബോണ്ട് ഡിസ്റ്റൻസിലൊക്കെ ഉള്ള NMR ആക്റ്റീവ് ന്യൂക്ലിയൈക്ക് തൊട്ടടുത്തുള്ള മറ്റൊരു NMR ആക്റ്റീവ് ന്യൂക്ലിയൈ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സ്പ്ലിറ്റിങ്ങിന് കാരണമാകും. ഇനി അടുത്തത് നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ്, ഞാൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. സ്പെക്ട്രോസ്കോപ്പിയിൽ കെമിക്കൽ ഷിഫ്റ്റ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി OH പല സ്ഥലങ്ങളിൽ വരാം, കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. ഇന്റൻസിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ. പിന്നെ ആൽക്കീൻസിനെ പോലെ മൾട്ടിപ്ലിസിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ 3 ആസ്പെക്റ്റിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ കാണാം. ഇതേപോലെ കഴിഞ്ഞ CSIR എക്സാമിന് വന്നൊരു, ഇപ്പൊ നമ്മൾ +2 മുതലേ പഠിക്കുന്ന റിയാക്ഷൻ ആണ് ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷൻ റിയാക്ഷൻ അല്ലെ? മെർക്കുറിക് അസറ്റേറ്റും റെഡ്യൂസിങ് ഏജന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിമെർക്കുറേഷൻ ആണ് നടക്കുക. അപ്പൊ ഈ റിയാക്ഷൻ നിങ്ങൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഓക്സിമെർക്കുറേഷനും ഹൈഡ്രോബൊറേഷൻ റിയാക്ഷൻ. അപ്പൊ ഇവിടെ ക്ലാസ് 12ൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്താണ് ഓക്സിമെർക്കുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആൽക്കീൻ അല്ലെ, നമുക്കൊരു ആൽക്കീൻ ഉണ്ട്. ആൽക്കീന് മെർക്കുറിക് അസറ്റേറ്റുമായിട്ട്, മെർക്കുറിയുടെ പ്രത്യേകത നമുക്കറിയാം, മെർക്കുറി Hg2+ ആണ്. ഒരു മെറ്റൽ ആയതുകൊണ്ട് തന്നെ മെർക്കുറിക്ക് എന്ത് ചെയ്യാം? ഈ ഇലക്ട്രോൺ മെർക്കുറിയിലേക്ക് കോർഡിനേറ്റ് ചെയ്യാം. മെർക്കുറിക് അസറ്റേറ്റ് ആയിട്ടാണുള്ളത്. അപ്പൊ നാച്ചുറലി സംഭവിക്കുന്നത് ഇതിൽ ഇലക്ട്രോൺ മെർക്കുറിക്ക് കൊടുക്കും Hg.
അപ്പം Hg2+ ഉള്ളത് ഇലക്ട്രോൺ കിട്ടിയത് 1+ ആയി, 1+. അപ്പോൾ ഒരു OH ഗ്രൂപ്പ് ഉണ്ടാവില്ലേ. അപ്പൊ ഇവിടെ ഒരു പ്ലസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ആരുണ്ട്? ഒരു OH ഗ്രൂപ്പ്. ഈ OH എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ചാർജിനെ കാണിക്കേണ്ട കാര്യം. പക്ഷേ ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ മെർക്കുറി ആയിട്ട് ബോണ്ട് ഉണ്ടാക്കിയപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. ആ പോസിറ്റീവ് ചാർജും മെർക്കുറിയിലെ ലോൺ പെയറും തമ്മിലൊരു 3 മെമ്പേർഡ് റിംഗ് ഫോം ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആക്ച്വലി എനിക്ക് വേണമെങ്കിൽ ഈ കോമ്പൗണ്ടിനെ ഇങ്ങനെ വരയ്ക്കാം. എന്നാൽ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഈ പൈ ഇലക്ട്രോൺ മെർക്കുറിയിലേക്ക് ബോണ്ട് ഉണ്ടാകുമ്പോൾ ഇലക്ട്രോൺ ലോസ് ഇവിടെയാണ്, അപ്പോൾ അവിടെ പ്ലസ്. ആ പ്ലസിലേക്ക് മെർക്കുറിയിലെ ലോൺ പെയർ ഒരു 3 മെമ്പേർഡ് റിംഗ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ആൻസർ ഓർത്തിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ആൽക്കീനായി നിൽക്കുന്ന സമയത്ത് ഏത് ഭാഗത്താണോ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉള്ളത്, സ്റ്റെറിക് ഹിൻഡ്രൻസ് മുകളിലേക്കാണ്. അപ്പൊ മെർക്കുറി വെറുതെ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട, മെർക്കുറിക്ക് താഴെ കൂടെ വന്നു. അപ്പൊ കറന്റ് മെർക്കുറി എവിടെയുള്ളത്? മെർക്കുറി താഴെയായി. അപ്പൊ മെർക്കുറി ഓൾറെഡി താഴെ ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ മെക്കാനിസം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഒരു ബോണ്ട് അത്ര സ്ട്രോങ് അല്ല. മെർക്കുറി E+2 ആയിട്ട് ഉണ്ടാക്കിയത്. അപ്പം ഇവിടെ വാട്ടർ വരുന്ന സമയത്ത് H2O നേരത്തെ പറഞ്ഞു ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ മെർക്കുറി അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ പ്ലസ് ഉണ്ടാവും. ഈ പ്ലസിലേക്ക് മെർക്കുറി അട്രാക്റ്റഡ് ആവുന്നത് കൊണ്ട് അവിടെ ഒരു റിംഗ് സ്ട്രക്ചർ കാണിച്ചാലും കുഴപ്പമില്ല. ഓക്കെ. ഇനി വാട്ടർ നമ്മുടെ മീഡിയത്തിലുണ്ട്. വാട്ടർ വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒരു സെക്കൻഡ് അറ്റാക്ക് ഉണ്ട്. കാരണം ഇവിടെ ഒരു പ്ലസ് ചാർജ് ഉണ്ടെന്ന് അറിയാം. മെർക്കുറി ചെറിയൊരു ബോണ്ട് അവിടെ ഉണ്ട്, പക്ഷെ അത്ര സ്ട്രോങ് ബോണ്ട് അല്ല. വാട്ടർ വന്ന് അറ്റാക്ക് ചെയ്യും. വാട്ടർ ഒരു നല്ല ന്യൂക്ലിയോഫൈലാണ്. അപ്പം മെർക്കുറി ഫോർ എക്സാമ്പിൾ ഇത് എബവ് ആണെങ്കിൽ മെർക്കുറി വരുന്നത് ബിലോ ആണ്. മെർക്കുറി വരുന്നത് ബിലോ ആണെങ്കിൽ മെർക്കുറിയുടെ മുകളിൽ മെർക്കുറി നിൽക്കുന്ന അതേ ഭാഗത്ത് കൂടെ വരാൻ കഴിയില്ല. മെർക്കുറിക്ക് ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് H2O വരിക. അപ്പൊ മെർക്കുറി ഫോർ എക്സാമ്പിൾ ഈ ഒരു കോമ്പൗണ്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇത് എബവ് ആയി നിൽക്കുന്നത് കൊണ്ട് ഞാൻ മെർക്കുറിയെ ബിലോ ആയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഒരു 3 മെമ്പേർഡ് റിംഗ് ബിലോ ഉണ്ട്. ഇനി അതിലേക്ക് ആര് വരണം? വാട്ടർ വരണം. വാട്ടർ വന്ന് അറ്റാക്ക് ചെയ്യും പോസിറ്റീവ് ചാർജിലേക്ക്. അപ്പൊ ആ പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നത് കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റി നോക്കി ചെയ്താൽ മതി, എവിടെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി. മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കാർബൺ, ഈ കാർബൺ എടുത്തു കഴിഞ്ഞാൽ ഈ കാർബണിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കാം. കാരണം എന്താ? ഈ ഇലക്ട്രോൺ ഇതിലെയാണ് വന്ന് മെർക്കുറിയിലേക്ക് ആഡ് ചെയ്ത്. ഈ പ്ലസിലേക്ക് വാട്ടർ മോളിക്യൂൾ വരും, H2O മോളിക്യൂൾ വരും, ഇവിടെ ആഡ് ചെയ്യും. അപ്പൊ ആ അഡീഷൻ മെർക്കുറി എവിടെ നിൽക്കുന്നോ അതിന്റെ ഓപ്പോസിറ്റ് വരണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. അപ്പൊ 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ഓൾറെഡി ഉള്ള ആളെ ഓപ്പോസിറ്റ് മെർക്കുറി പോകുമ്പോൾ പിന്നെ മെർക്കുറി അവിടുന്ന് മാറ്റണമെങ്കിൽ മെർക്കുറിയുടെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യണം? വാട്ടർ വരണം. അപ്പൊ ആക്ച്വലി എന്ത് ചെയ്യും? ഇതിന്റെ അതേ സൈഡിലാവും. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ സാധാരണ കുട്ടികൾ മാർക്ക് ചെയ്യില്ല. നോക്കി, ബൾക്കി ഗ്രൂപ്പും OH ഗ്രൂപ്പും ഒരേ സൈഡിൽ എന്നുള്ളത് നമുക്ക് അങ്ങനെ എഴുതാനുള്ള പ്രയോഗം. പക്ഷെ ഇതാണ് മെക്കാനിസം, ഓക്സിമെർക്കുറേഷന്റെ മെക്കാനിസം ഇതാണ്. അവിടെ 2 സ്റ്റെപ്പ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് എന്താണ്? മെർക്കുറിയുമായിട്ട് ആൽക്കീൻ റിയാക്ട് ചെയ്യുന്നു. അത് പിന്നീട് എന്ത് സംഭവിക്കുന്നു? വാട്ടർ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. 2 സ്റ്റെപ്പ് നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ ആ ഓരോ സ്റ്റെപ്പിലും സ്റ്റീരിയോ കെമിസ്ട്രി ചേഞ്ച് ഓർത്ത് വെക്കുക. ആൻഡ് ഫൈനലി ഇത് അറ്റാക്ക് ചെയ്യുമ്പോൾ മെർക്കുറി ഇവിടെ ഉണ്ട്. ആ മെർക്കുറിയെ കളയാൻ വേണ്ടിയിട്ടാണ് സോഡിയം ബോറോഹൈഡ്രൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ അതിന് പകരം എത്തി. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ എന്താണ് പറഞ്ഞത്? ഓക്സിമെർക്കുറേഷനിൽ ഒരു ബൾക്കിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് മെർക്കുറി വരും. പിന്നെ അതിന്റെ ഓപ്പോസിറ്റിലൂടെയാണ് വാട്ടർ വന്ന് അറ്റാക്ക്. അപ്പൊ ആക്ച്വലി എന്താണ്? ബൾക്കി ഗ്രൂപ്പ് നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ OH വരുന്നതായിട്ട് നമുക്ക് കാണാം. ആൽക്കൈൽ ഗ്രൂപ്പ് നിൽക്കുന്ന അതേ ഭാഗത്ത് തന്നെ OH വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ബേസിക് തിങ് ആണ് ഓക്സിമെർക്കുറേഷൻ, ഡിമെർക്കുറേഷൻ. +2 മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷെ അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ഡെപ്തിൽ അറിയണം എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്. ആൻഡ് ഈ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കഴിഞ്ഞ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് CCRന്റെ. വാട്ട് ഈസ് ഹോഫ്മാൻ എക്സ്പോസ്റ്റീവ് മെത്തിലേഷൻ? എ വെരി ഇൻട്രസ്റ്റിംഗ് റിയാക്ഷൻ. ഹോഫ്മാൻ എക്സ്പോസ്റ്റീവ്
N-methylation. N-methylation. So what is this N-methylation? അപ്പൊ നമുക്കൊരു നൈട്രജൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ CH3, CH2, NH2. നൈട്രജന് ലോൺ പെയർ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം? CH3Br ഒരു ആൽക്കൈൽ ഹാലൈഡ് ആണ്. അതിലേക്ക് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ബ്രോമിൻ പോവാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? CH3, CH2, NHCH3. ഇനിയും നൈട്രജന്റെ മുകളിലെ ലോൺ പെയർ സഫിഷ്യന്റ്ലി അവൈലബിൾ ആണ്. ഇതിനെ ഞാൻ വീണ്ടും ഒരു മീത്തൈൽ ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ലോൺ പെയർ ബ്രോമിൻ. അങ്ങനെ നമുക്ക് അവസാനം എന്ത് കിട്ടി? CH3, CH2, N, CH3 ആൻഡ് ഫൈനലി ആഡ് ചെയ്യപ്പെട്ട CH. അപ്പോൾ ടെർഷ്യറി അമീനായി. എഗെയിൻ നൈട്രജന്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്. എഗെയിൻ ഇഫ് യു ആർ ഡൂയിങ് ദ സെയിം ആൽക്കൈലേഷൻ, ഫോർ എക്സാമ്പിൾ, അതാണ് എക്സോസ്റ്റീവ് മെത്തിലേഷൻ എന്ന് പറയുന്നത്. എക്സസ് ആയിട്ട് മെത്തിലേഷൻ നോർമലി 3 എണ്ണം ചെയ്തു, വീണ്ടും ആൽക്കൈലേഷൻ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അഗൈൻ റിയാക്ടിംഗ് വിത്ത് CH3Br ലോൺ പെയർ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, ബ്രോമിൻ പോകുന്നു. ബട്ട് ദ പ്രോബ്ലം ഈസ് CH3 വിത്ത് നൈട്രജൻ. എന്ത് ചാർജ് ഉണ്ടാവും നൈട്രജന്റെ മുകളിൽ? സോ ദർ വിൽ ബി എ പോസിറ്റീവ് ചാർജ്. ദർ വിൽ ബി എ പോസിറ്റീവ്. അപ്പൊ ഇനി നൈട്രജന്റെ മുകളിൽ ലോൺ പെയർ ഇല്ലാത്തത് കൊണ്ട്, കാരണം അവിടെ പോസിറ്റീവ് ചാർജ് ആണ്, ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പൊ അതുകൊണ്ട് ഇനി നടക്കില്ല, ഇതോടുകൂടി സ്റ്റോപ്പ് ആവും. അപ്പൊ ഇങ്ങനെ ഒരു നൈട്രജന്റെ ചാർജിലാക്കി മാറ്റുന്നതിനെയാണ് എക്സോസ്റ്റീവ് ആയിട്ട് നമ്മൾ മെത്തിലേഷൻ, മാക്സിമം മെത്തിലേഷൻ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു മെത്തിലേഷൻ ചെയ്ത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോമ്പൗണ്ടിനെയൊക്കെ നമ്മൾ നമ്മൾ കാണുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ CH3, ഞാൻ ഇവിടെ വരച്ച അതേ കോമ്പൗണ്ട് CH2, N പ്ലസ് CH3, CH3, CH3 ഉണ്ടെങ്കിൽ നൈട്രജൻ എന്ത് ചാർജ് ഉണ്ട്? ഇപ്പോൾ നൈട്രജൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം ആണ് അല്ലെ, നൈട്രജന്റെ ഇലക്ട്രോൺ നെഗറ്റീവ്. അപ്പൊ അതിന് പോസിറ്റീവ് ചാർജ് അതിന്റെ മുകളിൽ നിൽക്കുക എന്നുള്ളത് അത്ര താല്പര്യമുള്ളതല്ല. നോർമലി അങ്ങനെ പോസിറ്റീവ് ചാർജ് ഉണ്ടാകുമ്പോൾ Hനെ ഒഴിവാക്കിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും, CH3, NH3 പ്ലസ്. ആ പ്ലസ് വന്നത് നൈട്രജന്റെ മുകളിൽ പ്രോട്ടോണേഷൻ ആകുമ്പോൾ പ്ലസ് വരും. അപ്പൊ ആ പ്ലസിനെ എങ്ങനെ കളയാം? പ്ലസിനെ കളയാൻ H+നെ കളഞ്ഞാൽ മതി. അപ്പം ഈ N3 സിഗ്മ ബോണ്ട്, അതിലൊരു സിഗ്മ ബോണ്ടിൽ ഇലക്ട്രോൺ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്ലസ് പോകും, H+ ഇവിടുന്ന് റിലീസ് ആയി പോകും. സെയിം മെക്കാനിസം ഇവിടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക. അപ്പൊ നമ്മളിവിടെ എടുക്കുന്നത് ഒരു സിഗ്മ ബോണ്ട് അല്ലെ, ഈ CH2 ഒരു H ഞാൻ കാണിച്ചെന്ന് മാത്രം. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബോണ്ടിന്, കാരണം നൈട്രജൻ എങ്ങനെയെങ്കിലും ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പം നൈട്രജൻ നിൽക്കുന്ന ആറ്റത്തിന്റെ തൊട്ട് മുന്നേയുള്ള ബോണ്ട് എന്ന് കഴിഞ്ഞു ഫസ്റ്റ്. ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. നാച്ചുറലി ഇവിടുത്തെ ബോണ്ടിന്റെ എണ്ണം കൂടും. ഈ സിഗ്മ ബോണ്ട് നൈട്രജന്റെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? NR3 അമീൻ, ട്രൈവാലന്റ് അമീൻ കിട്ടി. അപ്പൊ ഇങ്ങനെ തൊട്ടടുത്ത് ഒരു ആൽക്കീൻ ഫോം ചെയ്യുന്നതായിട്ട് നമ്മൾ ഹോഫ്മാൻ എക്സോസ്റ്റീവ് മെത്തിലേഷനിൽ കാണുന്നുണ്ട്. അപ്പം അത് നമ്മുടെ ഈ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് എങ്ങനെ കോറിലേറ്റ് ചെയ്യാം? അതാണ് നമ്മളിപ്പോ നോക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കുറച്ച് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. കോമ്പൗണ്ട് എ ഓൺ ഹോഫ്മാൻ എക്സോസ്റ്റീവ് മെത്തിലേഷൻ പ്രൊസീജിയർ, അത് ഒരു തവണയല്ല ചെയ്യുന്നത്, 2 ടൈംസ് ഇൻവോൾവിങ് 2 സൈക്കിൾ, 2 സ്റ്റെപ്പിൽ ചെയ്യുന്നു. ആൻഡ് ഫോളോഡ് ബൈ ഓസോണോലിസിസ് ചെയ്യുകയാണ് വിത്ത് O3 and Me2 the neutral condition, gives benzaldehyde, formaldehyde and 2,2-dimethyl propane dial. അപ്പൊ ഇതിൽ ആരിലൊക്കെ അങ്ങനെ ചെയ്താൽ, അപ്പൊ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളപ്പോ എന്ത് ചെയ്യണം? മെത്തിലേഷൻ, അമീനിലാണ് മെത്തിലേഷൻ ചെയ്യാൻ. അപ്പൊ ആദ്യം മെത്തിലേഷൻ ചെയ്താൽ എനിക്ക് ഈ കോമ്പൗണ്ട് എന്തായി മാറും? NNCH3. ആൽക്കൈലേഷൻ ചെയ്യുന്നു, PH ഡയാൽക്കൈൽ. ഇതാണ്. ഇതിനെ വീണ്ടും 2 സൈക്കിൾസ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾ എന്ത് ആദ്യത്തെ സൈക്കിളിൽ തന്നെ മൾട്ടിപ്പിൾ മെത്തിലേഷൻ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇനി ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്ലസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തത്? തൊട്ടടുത്ത ഇതാണ് ആൽഫ കാർബൺ, ബീറ്റ കാർബൺ എടുക്കാം. ബീറ്റ കാർബണിലെ H ഇന്ന് വന്നു കഴിഞ്ഞാൽ ഈ സിഗ്മ ബോണ്ട് ഇന്ന് പോകും. അതാണ് എക്സോസ്റ്റീവ് മെത്തിലേഷന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഓർത്ത് വെക്കുന്നത്. ഓക്കെ അല്ലേ?
ഇപ്പം നൈട്രജനിൽ ഒരു പ്ലസ് വന്നാൽ ആ പ്ലസിനെ കളയണം. ആ പ്ലസിനെ കളയൽ എങ്ങനെയാണ്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. നമുക്കിവിടെ ഒരു പ്ലസ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ കളയാം? ഇവിടെയുള്ള പൈ ബോണ്ട് ഒന്നും ഈ കോമ്പൗണ്ടിലില്ല. സിഗ്മ ബോണ്ട് വരണം. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ സിഗ്മ ബോണ്ട് വെറുതെ വരും ഇല്ല. തൊട്ടടുത്തുള്ള ബോണ്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ അവിടെയുള്ള ഹൈഡ്രജൻ ആണ് റിമൂവ് ചെയ്ത് പോവുക. ഓക്കെ. അപ്പം ഈ കോമ്പൗണ്ടിൽ ഇങ്ങനെ ഒരു സിഗ്മ ബോണ്ട് നഷ്ടപ്പെട്ടാൽ ഈ ഒരു കോമ്പൗണ്ടായി മാറും. ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഇവിടെ പി എച്ച് വരും, ഇവിടെ എൻ പി എച്ച്. ഈ കോമ്പൗണ്ട് സെക്കൻഡ് സൈക്കിൾ ഇൻവോൾവിങ് 2 സൈക്കിൾസ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ വീണ്ടും നൈട്രജൻ എന്ത് ചെയ്യണം? കാറ്റയോണിക് ആക്കി മാറ്റണം. അപ്പം CH3Br ആയിട്ട് ചെയ്യാം. ഈ നൈട്രജൻ വീണ്ടും എന്ത് ചെയ്തു? CH3 വന്ന് Br ഇട്ടു. വാട്ട് യു ആർ ഹാവിങ്, ഈ നൈട്രജന് പോസിറ്റീവ് ചാർജ് വരും. അപ്പം തൊട്ടടുത്തുള്ള ഹൈഡ്രജൻ ഇതിന്ന് വരണം, സിഗ്മ ബോണ്ട് ഇങ്ങോട്ട് വരണം. സോ യു ആർ ഹാവിങ് ദിസ് കോമ്പൗണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ആൽക്കീൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നൈട്രജനെ നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആക്കുന്നു. തൊട്ടടുത്ത് അപ്പൊ ഈ കോമ്പൗണ്ട് ഇനി ഓസോണോലിസിസ് നിങ്ങൾ +2 മുതലേ പഠിക്കുന്നതാണ്. ഇവിടെ ബോണ്ട് ക്ലീവ് ചെയ്യണം, ഈ രണ്ട് ആൽക്കിനും ക്ലീവ് ചെയ്യണം. എന്തൊക്കെ ഫ്രാഗ്മെന്റ് കിട്ടുക? ഫ്രാഗ്മെന്റ് കിട്ടുന്ന എന്താ? ഇവിടെ H ഉണ്ട്, ഇത് രണ്ടും H ആണ്. അപ്പൊ നമുക്ക് ഇതിനൊക്കെ കാർബണൈലാക്കി കൊടുക്കണം. അതാണ് ഓസോണോലിസിസ്. CO ആവും. ഈ കോമ്പൗണ്ടോ, ഈ കോമ്പൗണ്ട് ഇവിടെ ഓക്സിജൻ ഇട്ടാൽ ഫോമാൽഡിഹൈഡ് ആവും, H. ഇനി ഈ കോമ്പൗണ്ടോ ഡൈകീറ്റോൺ ആവും. എല്ലായിടത്തും ഓക്സിജൻ ഇട്ട് കൊടുത്താൽ മതി അല്ലെ? അങ്ങനെയാണ് നമ്മൾ ഓസോണോലിസിസ് ചെയ്യുന്നത്. ദിസ് ഈസ് വാട്ട് ദേ ആർ ആസ്കിങ്. നിങ്ങൾ ഈ റിയാക്ഷനിൽ സോ യു ആർ ഹാവിങ് ബെൻസാൽഡിഹൈഡ്, സോ യു ആർ ഹാവിങ് ബെൻസാൽഡിഹൈഡ്, and you are having formaldehyde, and you are having formaldehyde, and you are having 2,2-dimethyl propane diol, 2,2-dimethyl propane, 3 carbon propane diol. This is the product. അപ്പം എക്സോസ്റ്റീവ് മെഥിലേഷൻ. അപ്പൊ ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ വേറൊരു എക്സാമ്പിളിൽ ചെയ്യാം. രണ്ടാമത്തെ എക്സാമ്പിളിൽ ഒന്ന് ചെയ്ത് നോക്കാം, എന്താണ് നടക്കുന്നത് നോക്കാം. ഒരു പ്രാക്ടീസിന് വേണ്ടി ചെയ്യുന്നത് മാത്രം. രണ്ടാമത്തെ എക്സാമ്പിൾ എനിക്കിത് ചെയ്യാൻ വളരെ ഈസിയാണ്. ഞാൻ ആകെ ചെയ്യൽ എന്താ? എനിക്കറിയാം ഈ നൈട്രജൻ ആണ് എക്സോസ്റ്റീവ് മെഥിലേഷൻ ചെയ്താൽ ഈ നൈട്രജൻ ആണ് പ്ലസ് ആവുക. അപ്പൊ നാച്ചുറലി ഇവിടെയും ഡബിൾ ബോണ്ട് പോകും. ആ നൈട്രജന്റെ അഡ്ജസ്റ്റന്റ് പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വരും. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ടാണ് കിട്ടുകയെന്ന് അറിയാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഈസിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനെ ഓസോണോലിസിസ് ചെയ്ത് നോക്കി എന്ത് കിട്ടുമെന്നും പറയാൻ കഴിയണം. ഓസോണോലിസിസ് നടത്തി കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആകും, ഇത് ബ്രേക്ക് ആകും, രണ്ടായാലും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് H ഉള്ളത് കൊണ്ട് ഇത് ബെൻസാൽഡിഹൈഡ് ആയി മാറും, ഇത് ബെൻസാൽഡിഹൈഡ് ആയി മാറും, ഇത് ഫോമാൽഡിഹൈഡ് ആയി മാറും. പക്ഷെ ഇത് നിങ്ങൾ പറഞ്ഞ കോമ്പൗണ്ട് അല്ല. ആ കോമ്പൗണ്ട് എന്തായി മാറും? ആ കോമ്പൗണ്ട് ഏതാണെന്ന് നോക്കാം. ഡൈകീറ്റോൺ ആണ് അല്ലേ? ഡയാൽ ഒരു ആൽഡിഹൈഡ് കോമ്പൗണ്ട് അല്ല, ഇതൊരു ഡൈകീറ്റോ കോമ്പൗണ്ട്. അപ്പൊ അത് മാച്ച് ആവില്ല. ആ രീതിയിൽ ഈ ഓപ്ഷനും ഈ ഓപ്ഷനും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. റെഡിയാണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഫൈൻ. നിങ്ങൾ റിപ്ലൈ തരൂ കേട്ടോ. ഫൈൻ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെച്ചുകൊണ്ട് ഹോഫ്മാൻ എക്സോസ്റ്റീവ് മെഥിലേഷൻ. ഇതിൽ ഞാൻ റിയാക്ഷന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയുള്ള ബ്രിഡ്ജ്ഡ് കോമ്പൗണ്ട് നോർബറൈൻസ് വരുന്ന സമയത്ത് ഇവിടെ ഒരു കാർബണും 2 ഹൈഡ്രജനുമാണ്, എന്നാൽ താഴെ 2 കാർബണും 4 ഹൈഡ്രജനും ഉണ്ട്. ഈ ഭാഗമാണ് സ്റ്റെറിക്കലി ഹിൻഡേഡ് എന്നുള്ളത് അറിയണം. എല്ലാവരും പറയും മുകളിലേക്ക് നിന്ന്, അപ്പൊ ഇവിടെ ഹെഡ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ സ്ട്രെയിൻഡ് ആണ്. അപ്പൊ അതല്ല. അപ്പം ലോവർ സൈഡിലൂടെ വരും. അങ്ങനെയല്ല നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ടോപ്പ് സൈഡിൽ നിങ്ങൾക്ക് ഒരു കാർബണും 2 ഹൈഡ്രജനും ആണ്. ഇവിടെ നിങ്ങൾക്ക് 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാർബണൈൻ നോക്കി, ഇതാണ് കാർബണൈൻ്റെ ഗ്രൂപ്പ്. അത് ഇങ്ങനെ ഒരു ബ്രാഞ്ചായി, ഇങ്ങനെ ഒരു ബ്രാഞ്ചായി. അപ്പൊ ഏത് ബ്രാഞ്ചാണ് ഫ്രീ? ഇവിടെ ഒരു കാർബണും 2 ഹൈഡ്രജനും ഉള്ളൂ, ഇവിടെ 2 കാർബണും 4 ഹൈഡ്രജനും ടോട്ടൽ വരും. അപ്പൊ ഈ സൈഡ് തന്നെയാണ്, മുകളിലൂടെ തന്നെ വരുന്നതാണ് ഫേവറബിൾ. അങ്ങനെ വരുന്ന സമയത്ത് അതാണ് ലെസ് സ്റ്റെറിക്കലി ഹിൻഡേഡ് ആയിട്ടുള്ള പൊസിഷൻ. Grignard reaction, Me group will approach through the top side. So Me will be here and OH will be in the bottom. അങ്ങനെ വരുമ്പോൾ A എന്താണ്? CH3 അപ്പും OH ബിലോയുമാണ്. ഒരു ഓപ്ഷൻ എടുക്കാം. ഇനി അങ്ങനെ വേറെ ഉണ്ടോ? ഇത് എടുക്കാൻ പറ്റില്ല. Then Me above OH below, ഇതും എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നാൽ ഇതിൽ സെക്കൻഡ് റിയാക്ഷൻ മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കണം. 9BBN, ഇറ്റ്സ് എ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. ഹൈഡ്രോബോറോൺ കെമിസ്ട്രി ഇല്ലാത്ത ഒരു CSIR ക്വസ്റ്റ്യൻ പേപ്പർ പോലും കാണിച്ചു തരാൻ ഒരാൾക്കും കഴിയില്ല. 9BBN, ടെക്സൈൽ ബൊറൈൻ, CHX ബൊറൈൻ, BH3, B2H6, ഇതിലേതെങ്കിലും ഒരു ഒന്ന് തരും. ഇറ്റ്സ് എ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. കാണുമ്പോൾ തന്നെ ഓക്സിഡേഷൻ H2O2 NaOH കാണാം നിങ്ങൾക്ക്.
ഇവിടെ നോക്കുകയാണെങ്കിൽ എഗെയിൻ 9BBN ബൾക്കി ഗ്രൂപ്പാണ്. ബൾക്കി ഗ്രൂപ്പ് ആകുമ്പോൾ അത് ലെസ് സ്റ്റെറിക്കലി ഹിൻഡേഡ് ആയിട്ടുള്ള സ്ഥലത്തൂടെ വരുള്ളൂ. ആൻഡ് സെക്കൻഡ് പോയിന്റ്, എവിടെ OH വരും? ഇതൊരു ആന്റി മാർക്കോണിക് ഓഫ് പ്രോഡക്റ്റ് ആണല്ലേ നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? OH ഗ്രൂപ്പ് വരേണ്ടത് മോർ സ്റ്റേബിൾ കാർബോകാറ്റോൺ ഇവിടെയാണോ ഫോം ചെയ്യുക? അപ്പം സ്റ്റേബിൾ കാർബോകാറ്റോൺ ഫോം ചെയ്യേണ്ടത് ഇവിടെയാണ്. ടെർഷ്യറി കാർബോകാറ്റോൺ ഉണ്ട് ഇവിടെയാണെങ്കിൽ നമുക്കത് പ്രൈമറി ആയിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പ്ലസ് ചാർജ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, നൗ ഹൈഡ്രോബറേഷന്റെ മെക്കാനിസം എന്താണ്? ആൽക്കീന് ബോറോണിലേക്ക് ബോണ്ട് ഉണ്ടാക്കും. അപ്പം ബി BH3 ആണ് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ആക്കി എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്ലസ് ചാർജ് ഉണ്ടാവും. ആ പ്ലസ് ചാർജ് മോർ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ബോറോൺ താഴെ ആഡ് ചെയ്ത് അതിലേക്ക് ബോറോണിൽ ഒരു H ആഡ് ആവും അല്ലേ. ഓക്കെ, പിന്നെ ഇതെന്ത് ചെയ്യും? ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒരു റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ വരും. നാച്ചുറലി ഇവിടെ തന്നെയാണ് OH വന്നത്, ഇവിടെ തന്നെയാണ് H വന്നത്. അപ്പം ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. അറിയാത്തവര് ഹൈഡ്രോബറേഷൻ റിയാക്ഷന്റെ മെക്കാനിസം പഠിക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ റിയാക്ഷൻ കൺവിൻസിങ് ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഹൈഡ്രോബറേഷന്റെ മെക്കാനിസം പറയുമ്പോൾ നിങ്ങൾ നോക്കുക, ആദ്യം ആൽക്കീനിലെ ഇലക്ട്രോൺ ബോറോണിലേക്കാണ്. ബോറോൺ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, ആൽക്കീൻ ഇലക്ട്രോൺ റിച്ച് ആണ്. റിച്ച് ടു ഡെഫിഷ്യന്റ്, ബോറോണിലേക്ക് ബോണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കാർബണിൽ പ്ലസ് ചാർജ് ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഏതാണോ സ്റ്റേബിൾ കാർബോകാറ്റോൺ പോസിബിലിറ്റി ഉള്ളത് അത് അവിടെ പ്ലസ് ആക്കിയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് കാർബണിലൂടെ ബോറോണിലേക്ക് ബോണ്ട് ഉണ്ടാക്കണം. എന്നിട്ട് ബോറോൺ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ആണ്. ഇലക്ട്രോൺ കിട്ടുമ്പോൾ നാച്ചുറലി അതെന്ത് ചെയ്യണം? ആ നെഗറ്റീവ് ചാർജിനെ കളയാൻ വേണ്ടി ഒരു H- കോൺട്രിബ്യൂട്ട് ചെയ്യും. ആ H- ആണ് എവിടെ വരുന്നത്? ആ H- ആണ് ഈ കാർബണിൽ വരുന്നത് അല്ലെ. നേരത്തെ പറഞ്ഞ മെക്കാനിസം പ്രകാരം ഇവിടെ വരും. 4 ആണ് കറക്റ്റ്. ഇത് ഓക്കെയാണോ പറഞ്ഞത്? അറിയാത്തവരത് നോക്കണേ. ഓക്കെ അല്ലേ, ഞാൻ ഈ റിവിഷൻ ഡേയിലെല്ലാം നമ്മൾ ഒരു തിയറി പറയാൻ നിൽക്കാതിരിക്കുകയാണ്. ഓക്കെ അല്ലേ, ഫൈൻ. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം പ്രൊട്ടക്ഷൻ ഡീപ് പ്രൊട്ടക്ഷൻ. അത് ലാസ്റ്റ് പേപ്പറിന് വന്നതാണ്. ഇവിടെ നമുക്കറിയാം ബോക്ക് ഓരോ അസറ്റൈൽ പ്രൊട്ടക്ഷൻ, ബ്യൂട്ടൈൽ സിലൈൽ പ്രൊട്ടക്ഷൻ. സോ ദിസ് ഈസ് എ സിലൈൽ അല്ലെ, എസ് വന്ന സിലൈൽ പ്രൊട്ടക്ഷൻ. ദാറ്റ് മീൻസ് സിലിക്കൺ ബേസ്ഡ് പ്രൊട്ടക്ഷൻ. ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി മെയിൻലി ഫോർ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പ്രൊട്ടക്ഷൻ. ബോക്ക് വരുന്നത് അമീൻ പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. അസറ്റൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആസിഡ് ആവാം, സംടൈംസ് ആൽക്കഹോൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം നമ്മൾ ഈ ഗ്രൂപ്പുകൾ നോക്കുമ്പോൾ OH റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അമീൻ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോറി, അമീൻ അല്ല, TBS അല്ലെ. അപ്പം സിലിക്കൺ ബേസ്ഡ് പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ് എപ്പോഴും അതിന്റെ ഡീ പ്രൊട്ടക്ഷൻ ഇസ് ബൈ ഫ്ലൂറൈഡ് അയോൺ അല്ലെ, ഫ്ലൂറൈഡ് അയോൺ. അപ്പൊ അങ്ങനെ ഒരു ഫ്ലൂറൈഡ് അയോൺ TBAF തന്നിട്ടുണ്ട്, TBAF. പക്ഷെ TBS പ്രൊട്ടക്ഷൻ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തു. അപ്പൊ നമുക്ക് ഒരിക്കലും 2 യൂസ് ചെയ്യാൻ പറ്റില്ല. ഹൈഡ്രജൻ പലേഡിയം വരേണ്ടത് ബെൻസൈൽ പ്രൊട്ടക്ഷൻ ആണ് അല്ലെ, ബെൻസൈൽ പ്രൊട്ടക്ഷൻ. അങ്ങനെ ഒരു ബെൻസൈൽ പ്രൊട്ടക്ഷൻ ഇവിടെ ഇല്ല, അതിനാണ് ഇത് യൂസ് ചെയ്യുക. അപ്പൊ ഇതും എടുക്കാൻ പറ്റും. പിന്നെ AlCl3 ഉണ്ട്, K2CO3 ഉണ്ട്. സാധാരണ നമ്മൾ പഠിക്കുക ബോക്കിന്റെ ഡീ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? TFA, ട്രൈ ഫ്ലൂറോ അസറ്റിക് ആസിഡ് ആണ് നോർമലി യൂസ് ചെയ്യുക. ഒരു ആസിഡ് കണ്ടീഷനിലാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് ബേസിക് കണ്ടീഷൻ ആണ്. നമുക്കൊരു അസിഡിക് കണ്ടീഷൻ ഉള്ളത് ലൂയിസ് ആസിഡ് ആണ്, AlCl. അങ്ങനെ കോറിലേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ ബോക്കിന്റെ ഡീ പ്രൊട്ടക്ഷൻ, അമീനിന്റെ പ്രൊട്ടക്ഷൻ ആണ് ബോക്ക് പ്രൊട്ടക്ഷൻ. അതിന്റെ ഡീ പ്രൊട്ടക്ഷൻ ഒരു അസിഡിക് കണ്ടീഷനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് AlCl3 ആണ്. സാധാരണ ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ് TFA ആണ് യൂസ് ചെയ്യാറുള്ളത്. TFA ബോക്കിന്റെ ഒക്കെ ഡീ പ്രൊട്ടക്ഷൻ TFA ആണ് യൂസ് ചെയ്യാറുള്ളത്. TFA യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ OSC ഗ്രൂപ്പും സ്ലോലി ബ്രേക്ക് ആവും, മൈൽഡ് കണ്ടീഷനിൽ ചെയ്യണം. സോ ബിക്കോസ് ഓഫ് ദാറ്റ് വി ആർ യൂസിങ് AlCl. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് സോഡിയം ഓർ ലിഥിയം ഇൻ ലിക്വിഡ് അമോണിയ മെക്കാനിസം പഠിച്ചു വെച്ചാൽ വളരെ നല്ലതാണ്. അതിന്റെ ഡീറ്റെയിൽഡ് മെക്കാനിസത്തിലേക്ക് ഒന്നും റിഡക്ഷൻ യൂസിങ് അല്ലെങ്കിൽ ബ്രിച്ച് റിഡക്ഷന്റെ മെക്കാനിസം പഠിച്ചാൽ മതി. ബ്രിച്ച് റിഡക്ഷൻ മെക്കാനിസം പഠിക്കുന്നവർക്കറിയാം, കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലെ റിഡക്ഷന്റെ ഭാഗമായി നമുക്ക് ഇവിടെ ഒരു ആനിയോൺ ഫോം ചെയ്യും.
ആ ആനയോൺ നാച്ചുറലി നമുക്ക് എന്ത് ചെയ്യാം, ബ്രോമിനെ ഡിസ്പ്ലേസ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി യൂസ് ചെയ്യാം അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നാച്ചുറലി മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത് ആന്റി എംഇ ഓപ്പോസിറ്റ് ഇത് രണ്ടുമാണ്. അപ്പം അറിയാത്തവര് നിങ്ങൾ നോക്കണേ, ഈ റിയാക്ഷൻ ഏതാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. സോഡിയം ഓർ ലിഥിയം ലിക്വിഡ് അമോണിയം ബ്രിഡ്ജ് റിഡക്ഷൻ, അതിൽ 2 ഇലക്ട്രോൺ റിഡക്ഷൻ മെക്കാനിസം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നാച്ചുറലി യു വിൽ ബി ഹാവിങ് ആൻ ആനയോൺ ഇൻ ദ ആൽഫ പൊസിഷൻ. നമ്മൾ ആൽഡോൾ ഒക്കെ ചെയ്യുന്ന പോലെ ആൽഡോൾ നമ്മൾ എന്താ ചെയ്യാം, ഒരു കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒരു ബേസ് ഉപയോഗിച്ച് ഇവിടെ ആനിയോൺ ഉണ്ടാകും. ആ ആനിയോൺ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഒരു കോൺജുഗേറ്റഡ് കാർബണൈലിൽ റിച്ച് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആനിയോൺ കിട്ടും. പിന്നെ അതിലേക്ക് H+ കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും, റിഡ്യൂസ് കോൺജുഗേഷൻ അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് റിഡ്യൂസ് ചെയ്ത പോലെ ഉണ്ടാവും. ഇവിടെ നമ്മൾ H+ അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നേ ഒരു ഈത്തൈൽ ബ്രോമൈഡ് ഇട്ട് കഴിഞ്ഞാൽ it can substitute this bromine and you can have this substituted product. നാച്ചുറലി അതെന്താണ്, ആൻഡ് രണ്ടും ഓപ്പോസിറ്റ് ആണ് ഫോം ചെയ്യും. ഈ കോപ്പർ, ഓർഗാനോ കോപ്പർ റിയേജന്റ് നിങ്ങൾക്ക് അറിയാം 1,4 അഡീഷൻ ആണ്. സോ CH3 മൈനസ് വിൽ ആഡ് ഹിയർ. ഈ ആഡ് ചെയ്യപ്പെട്ടതിന്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യാം, സെക്കൻഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രോമിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻ നടക്കും. അപ്പം അതും ഓക്കെ ആണ്. അപ്പൊ നമ്മൾ കോപ്പർ വെച്ചാൽ അപ്പൊ 1ഉം 2ഉം ഓക്കെ ആണ്, 1ഉം ഓക്കെ ആണ്, 2 ഓക്കെ. തേർഡിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ LDA യൂസ് ചെയ്യുമ്പോൾ ഇതും അസിഡിക് ഹൈഡ്രജൻ ആണ്, ഇതും അസിഡിക് ഹൈഡ്രജൻ ആണ്. പക്ഷെ LDA ലെസ് സ്റ്റെറിക്കലി ഹിൻഡേഡ് ആയിട്ടുള്ള ഈ പൊസിഷനിലാണ് ആനിയോൺ ഉണ്ടാകുന്നത്. അങ്ങനെ ഇവിടെ ആനിയോൺ ഉണ്ടായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് കോമ്പൗണ്ട്. ഇനി മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് കോൺജുഗേറ്റഡ് കാർബണൈൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വോണ്ട് ഗിവ് 1,4 പ്രോഡക്റ്റ്, ഇറ്റ് വിൽ ഗോ ത്രൂ 1,2 അഡീഷൻ. 1,2 അഡീഷൻ എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് എൻ ആൽക്കഹോൾ. അപ്പം ഇതും പോസിബിൾ അല്ല, ഇതും പോസിബിൾ അല്ല, ഇതൊക്കെയാണ്, ഇതൊക്കെയാണ്. ഇത് ആൻസർ ഇതൊക്കെ ഡൂവബിൾ ആണ് എന്നാണ് റിയേജൻസ് അറിയാൻ. ഇവിടെ എന്തൊക്കെ വന്നു, ഓർഗാനോ കോപ്പർ റിയേജന്റ് നമ്മൾ MSc പഠിക്കുന്നതാണ്, 1,4 അഡീഷൻ ആണ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് 1,2 അഡീഷൻ പഠിക്കുന്നതാണ്. പിന്നെ LDA ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ്, ലെസ് സ്റ്റെറിക്കലി ഹിൻഡേഡ് ആണ്. കൈനറ്റിക് പ്രോഡക്റ്റും തെർമോഡൈനാമിക് പ്രോഡക്റ്റ് ഒക്കെ പഠിക്കുന്നു. സോഡിയം ആൻഡ് ലിക്വിഡ് അമോണിയ റിഡക്ഷന്റെ ഭാഗമായി നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, 2 ഇലക്ട്രോൺ റിഡക്ഷൻ. നെക്സ്റ്റ് വൺ, ഇത് എത്രത്തോളം പേർക്ക് അറിയാമെന്ന്, ഇതൊക്കെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ, ഇത് ഏതാ റിയാക്ഷൻ, എനി ഐഡിയ? വെരി ഗുഡ്. ഇത് സൂചി ട്രോസ്റ്റ് റിയാക്ഷൻ ആണ് അല്ലേ. സൂചി ട്രോസ്റ്റ് അലൈലേഷൻ അല്ലെങ്കിൽ സൂചി ട്രോസ്റ്റ് റിയാക്ഷൻ എന്നാണ് പറയാം, സൂചി ട്രോസ്റ്റ് റിയാക്ഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ റിയാക്ഷനെ എങ്ങനെയാണ് നമുക്കറിയാം. ആദ്യം നിങ്ങൾ പലേഡിയം കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, പലേഡിയം വരുമ്പോൾ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്ലിംഗ് റിയാക്ഷൻ ആണ്, കപ്ലിംഗ് പോസിബിലിറ്റി ആണ്. ഓക്കെ, അപ്പം ഹെക്ക്, കുമഡ ക്രോസ് കപ്ലിംഗ്, ഹെക്ക് കപ്ലിംഗ്, അതേപോലെ തന്നെ നെഗിഷി, ബുച്ചുവാൾ ഹാർട്ട്വിക്, ആ കാറ്റഗറി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതൊരു ഈസി റിയാക്ഷൻസ് ആണ്. നിയർലി അറൌണ്ട് 10 റിയാക്ഷൻസ് ഉണ്ട്. സുജിട്രോസ് റിയാക്ഷൻ പറയുന്നത് ഇതേപോലെ അലൈലിക് പൊസിഷനിൽ ഒരു ലീവിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ലീവിംഗ് ഗ്രൂപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ലീവിംഗ് ഗ്രൂപ്പ് പോകും. ഓക്കെ അല്ലേ. അത് പക്ഷെ ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്, ഇതിപ്പോൾ വലിയ പ്രശ്നമുള്ള കാര്യം, ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ലീവിംഗ് ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ആകുമ്പോൾ യു വിൽ ഗെറ്റ് ആന്റി പ്രോഡക്റ്റ് മോസ്റ്റ്ലി, കാരണം ഓപ്പോസിറ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുന്ന ലീവിംഗ് ഗ്രൂപ്പ്. എന്നാൽ വെൻ ഇറ്റ് ഹാപ്പൻസ് ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം, സ്റ്റീരിയോ കെമിസ്ട്രി റീറ്റെയിൻ ചെയ്യാണ് ചെയ്യുക. ഇവിടെ ന്യൂക്ലിയോഫൈൽ ആയിട്ടുള്ള എന്താ, ഒരു ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ട് ആണ്. ഇതാണ് ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ട്. ബേസിന്റെ പ്രസൻസിൽ അതിനൊരു കാർബാനിയോൺ തരാം. സോ ദാറ്റ് ഈസ് ദ ന്യൂക്ലിയോഫൈൽ. അപ്പൊ ഞാൻ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു റൗണ്ട് പഠിച്ചു എന്നുള്ള ധാരണയിലാണ്. ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ ടച്ച് ചെയ്യുന്നു. സൂചി ട്രോസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണാറുള്ളത്. നൗ അപ്പൊ നമുക്കൊരു അലൈലിക് പൊസിഷൻ ഉണ്ട്. അപ്പൊ അലൈലിക്കിലെ OAC ലീവിംഗ് ഗ്രൂപ്പ് ആണ്. അത് ലീവ് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ ലീവിംഗ് ഗ്രൂപ്പ് ആകുന്നത് OAC എന്ന് പറയുന്നത് OCO-CH3. അപ്പൊ അത് ഈ ബോണ്ടുമായിട്ട് ലീവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. സോ ഇറ്റ്സ് സ്റ്റേബിൾ സ്പീഷീസ്. അപ്പൊ അതുകൊണ്ട് OAC ലീവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്ലസ് ചാർജ് ഉണ്ടാവാം,
ആ പ്ലസ് ചാർജിലേക്ക് അടുത്ത ന്യൂക്ലിയോഫൈൽ വരുന്നത് അപ്പൊ നെഗറ്റീവ് ചാർജ് ഉള്ള ആളെയാണ് ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കുന്നത്. അത് ആരാണ്? ഇത് ബേസിന്റെ പ്രസൻസിൽ ഫോം ചെയ്യപ്പെട്ട ഇയാളാണ്. ഇയാൾ വന്നിട്ട് ഇവിടെ ആഡ് ചെയ്യണം. പക്ഷെ എന്താണ്, എനി റിയാക്ഷൻ, അത് പലേഡിയം ബേസ്ഡ് റിയാക്ഷൻ, ഹെക്ക്, നെഗിഷി, സൂചിട്രോസ്റ്റ്, കുമത, വാട്ടെവർ, കുറെ റിയാക്ഷൻ, അതിലൊക്കെ സ്റ്റീരിയോ കെമിസ്ട്രി റീറ്റെയിൻ ചെയ്യും. ഓക്കെ അല്ലേ? എല്ലാത്തിലും ഇവിടെയൊക്കെ സ്റ്റീരിയോ കെമിസ്ട്രി, സിസ് ആൽക്കീനോ ട്രാൻസ് ആൽക്കീനോ ആണെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യും. ഈ സൂചിട്രോസ്റ്റിലാണെങ്കിൽ ലീവിംഗ് ഗ്രൂപ്പ് ഇനീഷ്യലി ഏതാണോ അതേ രീതിയിൽ തന്നെയാണ് ന്യൂക്ലിയോഫൈൽ നിൽക്കുക. എന്നാൽ അത് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് എടുത്തൊരു കുട്ടിക്കും ഓപ്പോസിറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്ത് കാണാം? ന്യൂക്ലിയോഫൈൽ വന്ന് ആഡ് ചെയ്തതും ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി ഫ്രം ദ സെയിം സൈഡ്, CO2Me. പിന്നെ ഈ റിയാക്ഷൻ ഏതാണ്? എനി ഐഡിയ? ഡീകാർബോക്സിലേഷൻ എന്നൊക്കെ. യെസ്, ഡീകാർബോക്സിലേഷൻ ആണ്. അതിനൊരു പേരുണ്ട്. പേര് പഠിച്ചു വെക്കണം നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ക്രാപ്ചോ ഡീകാർബോക്സിലേഷൻ എന്നാണ് പറയാം. അപ്പം നമുക്കറിയാം ആക്റ്റീവ് മെഥിലീൻ കോമ്പൗണ്ട്സിനെ സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? നമുക്കൊരു ആക്റ്റീവ് മെഥിലീൻ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ COOMe ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലിഥിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് ഒന്ന് ആഡ് ചെയ്ത് ഇത് ആസിഡ് ആവും. ഇവിടെയും ഹൈഡ്രോളിസിസ് നടക്കില്ല. അപ്പൊ നമുക്ക് ഡൈ ആസിഡ് കിട്ടും. OH- ന്യൂക്ലിയോഫൈൽ ആയിട്ട് വന്ന്, അല്ലെങ്കിൽ ലിഥിയം ഹൈഡ്രോക്സൈഡ് വേണ്ട, NaOH എടുത്താലും ഓക്കെ. അങ്ങനെ ഡൈ. അപ്പൊ ഇതെന്താണ്? ആൽഫയാണ്. ഈ കാർബണൈൽ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ആൽഫ ആൻഡ് ബീറ്റ. അപ്പൊ ബീറ്റ കീറ്റോ ആസിഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ലീവ് ചെയ്യും അല്ലെ? അപ്പൊ ഡീകാർബോക്സിലേഷൻ നടക്കും. അതിനുള്ള മറ്റൊരു മെത്തേഡാണ് ലിഥിയം ക്ലോറൈഡ് ആൻഡ് DMSO. ഇവിടെ നടക്കുന്ന മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോമ്പൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം റൂട്ട്, ഇവിടെ നമുക്കൊരു ബേസിന്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് ഒരു ഡിഫറെന്റ് റൂട്ടിലാണ്. COOMe അല്ലേ? ദെൻ CH2 ആക്റ്റീവ് മെഥിലീൻ, COOMe. അപ്പൊ ലിഥിയം ക്ലോറൈഡ് ചെയ്യുമ്പോൾ ലിഥിയം പ്ലസ് Cl മൈനസ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണം ഈ മീഥേലിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ബോണ്ട് O- ആയി മാറും. അപ്പൊ മീഥൈൽ ക്ലോറൈഡ് ഫോം ചെയ്യും, പിന്നെ O- ഉണ്ടാവും. അപ്പൊ ഇവിടെ നാച്ചുറലി എന്തായി? നെഗറ്റീവ് ചാർജ് വന്നു. അപ്പൊ ഇത് എന്തായി മാറി? ബീറ്റ ആൽഫ ബീറ്റ. ഇതൊരു ബീറ്റ കീറ്റോ ആസിഡ് ആയി മാറുന്നു. കാർബോക്സിലേറ്റ് അയൺ ജനറേറ്റ് ചെയ്യും. ഇവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഡീകാർബോക്സിലേഷൻ നടക്കും. ആൻഡ് ഇറ്റ് വിൽ ബിക്കം CH3 അല്ലേ? അപ്പൊ അങ്ങനെ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ഡീകാർബോക്സിലേഷൻ നടന്നതായിട്ട് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ലിഥിയം ക്ലോറൈഡ് ചെയ്യുന്നത് ആക്റ്റീവ് മെഥിലിന്റെ 2 കാർബണൈലിലെ ഒരു കാർബണൈൽ ഗ്രൂപ്പിനെ ഡീകാർബോക്സിലേഷൻ ചെയ്ത് Me എന്ത് ചെയ്യും? ക്ലോറൈഡും Meയും റിയാക്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് ഇവിടെയുള്ള Me. CO2Me ഒരു Me അങ്ങനെ പോകും. CO2 എലിമിനേറ്റ് ചെയ്യും. പിന്നെ ആകെ ഈ കാർബൺ ഉണ്ടാവും. ആ കാർബൺ. അപ്പൊ ആ റിയാക്ഷന്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രാപ്ചോ ഡീകാർബോക്സിലേഷൻ. അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ആ പേര് പറഞ്ഞത് നിങ്ങൾക്കത് കൂടുതൽ വായിക്കണമെന്നുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാണ് ക്രാപ്ചോ ഡീകാർബോക്സിലേഷൻ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ CSIR എക്സാം എഴുതാൻ പോവുകയാണ്. ഓർഗാനിക് കെമിസ്ട്രി ഡൂവബിൾ ആണ് ഇൻ ദ സെൻസ്, എസ്പെഷ്യലി ഓർഗാനിക് കെമിസ്ട്രി ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് സ്പെക്ട്രോസ്കോപ്പി ഒരു സ്കോറിംഗ് ചാപ്റ്റർ ആണ്. ഗ്രിഗ്നാർഡ് റിയാക്ഷൻ, ഓർഗാനോ കോപ്പർ, ഓവറോൾ ഓർഗാനോ മെറ്റാലിക് റിയേജൻസ്, അത് സ്കോറിംഗ് ചാപ്റ്റർ ആണ്. ഓക്കെ. പിന്നെ ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ വരുന്ന ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആണ്. അരോമാറ്റിസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് തന്നെ ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഓഫ്ലൈനിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തത്. 1 മിനിറ്റ്. സ്ലൈഡ് അവിടെ പോയി. ഇത് ഓർഗാനോ മെറ്റാലിക്സ് മാത്രം, ഓർഗാനോ സിലിക്കൺ കോമ്പൗണ്ട്, ഓർഗാനോ മാഗ്നീഷ്യം കോമ്പൗണ്ട്. അപ്പം അതിൻ്റെ ഡിസ്കഷൻ സ്ലൈഡ്സ് ആണ് ഇത്. അതിൽ ഓർഗാനോ ടിൻ കോമ്പൗണ്ട്, now organoruthenium compounds, now organocobalt compounds, then Boson-Khan reaction. ഇങ്ങനെയുള്ള കുറച്ച് ഓർഗാനോമെറ്റിക് റിയാക്ഷൻ, ഗ്രിഗ്നാർഡ് റിയാക്ഷൻ, ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ കൂടെ ടൈറ്റാനിയം ഐസോപ്രോപ്പോക്സൈഡ് വരുമ്പോൾ നോർമലി
ഉള്ള രീതിയിലല്ല റിയാക്ഷൻ പോവുക. അപ്പൊ അങ്ങനെയുള്ള കുറെ ആസ്പെക്ട്സ് ഉണ്ട്. കപ്ലിംഗ് നോക്കി, ഇപ്പൊ 2024 ജൂണിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ഓർഗാനോ സിലിക്കൺ കോമ്പൗണ്ട്സ് ആണ്. 4 മാർക്ക്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഹെക്ക് ടൈപ്പ് റിയാക്ഷൻ ആണ്. ദെൻ നേരത്തെ കാണിച്ചിരിക്കുന്ന പോസൺ കൺട്രി കൊബാൾട്ടിന്റെ റിയോ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 75, 110, ഇതൊക്കെ 4 മാർക്ക്. ഇപ്പൊ 4 4 8ആയി, 8ഉം 2ഉം 10ആയി. പിന്നെ അതിൽ 79ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ ഒറ്റ ഇതും 4 മാർക്ക്. ഇത് ഗ്രഫ് കാറ്റലിസ്റ്റ് റുത്തീനിയം ഓർഗാനോമെറ്റാലിക്സ് തന്നെ ഏകദേശം 4, 8, 12, 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ മെഗ്നീഷ്യം കോപ്പർ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പം മിനിമം 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഓർഗാനോമെറ്റാലിക് റിയേജൻസ് തന്നെ വരാറുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. കോപ്പർ, മെഗ്നീഷ്യം, അതേപോലെ തന്നെ ക്രെബ്സ് കാറ്റലിസ്റ്റ്, പിന്നെ ഓർഗാനോ ബോറോൺ കോമ്പൗണ്ട്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് പലേഡിയം അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി സോൾവ് ചെയ്ത് പഠിക്കുക. ടൈം ഒരുപാട് എടുക്കാതെ എങ്ങനെ സ്മാർട്ടായിട്ട് ചെയ്യാമെന്ന് പഠിക്കാം. പിന്നെ അരോമാറ്റിസിറ്റിയുമായി ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് ഡൂവബിൾ ആയിരിക്കും. പിന്നെ നെയിം റിയാക്ഷൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ല, വന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഏത് റിയാക്ഷൻ ആണ് എന്നുള്ളത്. പിന്നെയും വേറെ ചാപ്റ്റേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ, നെയിം റിയാക്ഷൻ മെക്കാനിസം. അത് നിങ്ങൾക്ക് എത്രത്തോളം കൺവീനിയന്റ് ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓവറോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയ ആളാണെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എഴുതുക. അല്ലാത്ത ആളുകൾ നിങ്ങളുടെ MSc നോളജ് ഒക്കെ വെച്ചിട്ട് മാക്സിമം കണക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ, കോറിലേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ, ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ എന്തായാലും നിങ്ങൾ ആകെ 30 മാർക്കിന് എഴുതി പോകുന്നത് കൊണ്ട് കാര്യമില്ല. സോ ഇത്രയും കാലം പഠിച്ച് കെമിസ്ട്രി വെച്ച് ഏതെങ്കിലും ലോജിക് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾ ആൻസർ ഔട്ട് ഓഫ് ദി 4 ഓപ്ഷൻസ് ഏതെങ്കിലും ആപ്റ്റ് ആയിട്ടുള്ളത് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, പക്ഷെ നിങ്ങളൊരു 70 എബോവ് സ്കോർ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് ടേക്ക് റിസ്ക്. ഈവൻ 70 കിട്ടിയാൽ പോലും PhD കാറ്റഗറി നിങ്ങൾ ഉൾപ്പെടും. വളരെ പ്രിസൈസ് ആയിട്ട് അറിയുന്നത് മാത്രമേ ഉള്ളൂ. ഈവൻ 40 പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, മാർക്ക് ചെയ്തത് കൊണ്ട് കിട്ടിക്കൊള്ളുന്നില്ല, നിങ്ങൾക്ക് ജെന്യുവൻലി അറിയുന്ന ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു 60 എബോവ് ഉണ്ടെന്ന് ഉറപ്പാണെങ്കിൽ ഡോണ്ട് ടേക്ക് റിസ്ക്. ഇല്ല, എങ്ങനെ പോയാലും അറിയുന്നത് എനിക്കൊരു 40 മാർക്കിന്റെ മുകളിൽ ഇല്ല എന്ന് ഷുവർ ആണെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ റാൻഡമായി കുത്തുന്നതിനല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഓർഗാനിക്കിലെയും ഇനോർഗാനിക്കിലെയും ഫിസിക്കലിലെയും ഒക്കെ കുറെ കെമിസ്ട്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ കെമിസ്ട്രിയിലെ എന്തെങ്കിലും ഒരു ലോജിക് അപ്ലൈ ചെയ്തുകൊണ്ട്, അത് എൻട്രോപ്പി ആവാം, ഒരു സൈക്ലൈസേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ഫിസിക്കൽ കെമിസ്ട്രിയിൽ എൻട്രോപ്പി ആയിരിക്കും കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ടവർ പല കാര്യങ്ങൾ വെച്ച് നമുക്ക് കോറിലേറ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആക്റ്റീവായിട്ട് തന്നെ 3 അവർ ആലോചിച്ച് പഠിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ആ 3 അവർ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു കെമിസ്ട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാൻ നോക്കില്ലേ, അതേപോലെ എന്തെങ്കിലുമൊക്കെ ഓരോ ക്വസ്റ്റ്യനും ചെയ്യാൻ നോക്കുക. എന്താണ്, എങ്ങനെയാണ് ഈ റിയാക്ഷൻ വന്നത്, എസ്പെഷ്യലി ഓർഗാനിക് സ്ട്രക്ചേഴ്സ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വരച്ച് നോക്കുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ തുടങ്ങാനോ, അല്ലെങ്കിൽ ഒരു അസിഡിക് ഹൈഡ്രജനെ കാണുകയോ ബേസിനെ ഒക്കെ കാണുമ്പോൾ ആ ആനയോ ഉണ്ടാക്കിയോ വാട്ടവർ ഇറ്റ് ഈസ്, നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആണെങ്കിൽ സ്ട്രക്ചർ ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഏതെങ്കിലും തരത്തിൽ അതിന് റിയാക്റ്റീവ് പോയിന്റ് കണ്ടുപിടിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ഈവൻ എന്താണ് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യണം. അതായത് ഓർഗാനിക് അല്ല, പല കുട്ടികൾ ഓർഗാനിക് കാണുമ്പോൾ തന്നെ ആ ഭാഗത്തേക്ക് നോക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ ആവരുത്. ഒരുപാട് ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത്രയാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇനി 7 o'clock ഇജാസ് സാറിന്റെ സെഷൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇതും കൂടെ പങ്കെടുക്കും. ഓക്കെ, താങ്ക് യു.